Thank you, Josh. It's a very wonderful. Thank you very much. ദൈവ കൃപയിൽ ഞാൻ ആശ്രയിച്ച് ആ പാട്ടാണല്ലോ പാടിയത്. As the word says that we always ദൈവത്തിന്റെ കൃപയിൽ തന്നെ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ഇന്ന് നമ്മുടെ പ്രയർ ഇപ്പോൾ ആരംഭിക്കുകയാണ്. നമ്മുടെ പ്രയറിന് ഇപ്പോൾ നമ്മുടെ ഏറ്റവും സീനിയർ മെമ്പറായ ജോർജ് കുട്ടി ഉപ്പാപ്പന്റെ അനുവാദ പ്രകാരം നമ്മുടെ പ്രയർ ഇന്നത്തെ ആരംഭിക്കുന്നത് നമ്മുടെ പൂനെയിലെ ഉപ്പാപ്പൻ ആണ്. ആ പ്രാർത്ഥന നമുക്ക് ആരംഭിക്കാം. ഉപ്പാപ്പനെ ക്ഷണിക്കുന്നു. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ സന്ധ്യാസമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അടികൾക്ക് ഒരു ദിവസം കൂടെ ഈ ഭൂമിയിൽ നീ തന്ന ആയുസ്സിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഒരു പകൽ മുഴുവനും നിന്റെ നന്മകളെ അനുഭവിപ്പാനും കർത്താവെ ഈ സന്ധ്യയെങ്കിൽ നിനക്ക് സ്തോത്രം കരയേറ്റുവാനും അടികൾക്ക് നീ തന്ന ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഈ കാതെട്ട് കുടുംബമായിട്ട് അടികൾക്ക് ഇപ്പോൾ ഭൂമിയുടെ പല ഭാഗങ്ങളിൽ ഇരുന്ന് കർത്താവെ നിന്റെ സന്നിധിയിൽ ഒന്നിച്ചു വരുവാൻ അവിടുന്ന് തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പുതിയ പുതിയ ടെക്നോളജികളൊക്കെയും കർത്താവെ അതൊക്കെയും അടിയങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നിന്റെ നാം മഹത്വത്തിനായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, പ്രായമായവർ, കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ എല്ലാവരെയും അവിടുത്തെ തിരുസന്നിധിയിൽ തന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവെ ലോകത്തിന് അനുരൂപരായി തീരാതെ കർത്താവെ നിനക്ക് അനുരൂപരായി തീരുവാൻ അവിടുത്തെ കൃപ അവരോട് കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏവരെയും അവിടുത്തെ ചെറുവന്മറയിൽ മറച്ചു കാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന നന്മകൾക്കും കൃപകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഓരോ ദിവസവും അടികളിൽ നിന്ന് അനുഭവിക്കുന്നതായ അനുഗ്രഹങ്ങൾ കർത്താവെ എത്ര വിലയേറിയതാകുന്നു എന്ന് അടികൾ മനസ്സിലാക്കുവാൻ കർത്താവെ നീ അടികൾക്ക് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, സുവിശേഷ ഘോഷണത്തിനായിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു കുടുംബമാകുന്നു എന്ന് അടിയങ്ങൾ അറിയുന്നു. ദൈവമേ, അതിനെ യോഗ്യമാവണ്ണം അടിയങ്ങൾ ജീവിപ്പാൻ, അടിയങ്ങളുടെ കുഞ്ഞുങ്ങൾ ജീവിപ്പാൻ, കൊച്ചുമക്കൾ ജീവിപ്പാൻ കർത്താവെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ തരുന്നതല്ലാതെ അടിയങ്ങൾക്ക് യാതൊന്നുമില്ല. ഞങ്ങൾക്കുള്ളതെല്ലാം നിന്റെ ദാനമാകുന്നു എന്നുള്ള ബോധം അടിയങ്ങളെയൊക്കെയും ഭരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ ക്രൂശിലെ രക്തത്താൽ അടികൾക്ക് നീ തന്നിരിക്കുന്ന വീണ്ടെടുപ്പിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവിടുത്തെ ആ പരമയാഗത്താൽ അടിയങ്ങളെ പിതാവിനോട് പുത്രത്തിന്റെ അവകാശം തന്ന് അവിടുന്ന് ചേർത്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു യേശുവെ. അവിടുത്തെ ആ വലിയ കൃപയ്ക്കായി സ്തോത്രം. അങ്ങനെ ആ പുത്രത്തിന്റെ അവകാശത്തിൽ അടിയങ്ങൾ എപ്പോഴും കർത്താവെ നിന്നോട് ചേർന്ന് ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. അടിയങ്ങളുടെ ആയുസിന്റെ ഉടയവൻ നീ ആകുന്നു, ജീവന്റെ ദാതാവ് നീ ആകുന്നു കർത്താവെ. അടിയങ്ങൾക്ക് മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെയും തന്നവൻ നീ ആകുന്നു. അതൊക്കെയും നിന്റെ ദാനമാകുന്നു എന്ന് മനസ്സിലാക്കി കർത്താവെ അവരെ നിന്റെ നാം മഹത്വത്തിനായിട്ട് വളർത്തിക്കൊണ്ടുവരുവാൻ മാതാപിതാക്കൾക്കും ഏവർക്കും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് മാതൃകയുള്ള മാതാപിതാക്കളായി കർത്താവെ ഏവരും
ആയിത്തീരുവാൻ അവിടുത്തെ കൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പിതാക്കന്മാരുടെ പാതയെ പിന്തുടരുവാൻ തക്കവണ്ണം കർത്താവെ, നിന്റെ നാം മഹത്വത്തിനായിട്ട് കുഞ്ഞുങ്ങളുടെ ജീവിതമായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവെ, നിന്റെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്നുകൊണ്ട് ജീവിക്കുന്ന കൃപ അവർക്ക് നീ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗത്താലും മറ്റ് വിവിധങ്ങളായ പ്രയാസങ്ങളാലും പലവിധങ്ങളായ ഭാരങ്ങളാലും കർത്താവെ ഭാരപ്പെടുന്നവരുണ്ടല്ലോ, അവരെയൊക്കെയും കർത്താവെ അവിടുത്തെ കരത്തിൽ തന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അടിയങ്ങൾക്ക് നിന്റെ സന്നിധിയിൽ അടിയങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുവാൻ അവിടുന്ന് തന്നിരിക്കുന്ന അവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതിനാൽ ഇനിയും അടിയങ്ങൾ ഭാരം ചുമക്കുകയല്ല, അവിടുന്ന് അടിയങ്ങൾക്ക് വേണ്ടി അടിയങ്ങളോട് കൂടെ സഹായത്തിന് ഉള്ളതിനാൽ അടിയങ്ങൾക്ക് അത് ഭാരമായി തോന്നാത്ത വിധം കർത്താവെ നീ സഹായിക്കണമേ. കർത്താവെ, ഓരോ ദിവസവും അവിടുന്ന് നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഈ രാത്രി ഏവർക്കും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും നിന്റെ കൃപയുണ്ടാക്കണമേ. അതൊക്കെയും അടിയങ്ങൾക്കും അടിയങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏവർക്കും കർത്താവെ അനുഗ്രഹമായിരിക്കാൻ സഹായിക്കണമേ. പ്രത്യേകമായിട്ട് കർത്താവെ, ഇന്നത്തെ വചന സന്ദേശം ഇതിനായിട്ട് ഒരുങ്ങുന്നതിന്റെ മകളെ കരുത്ത് തരുന്നു ദൈവമേ. നീ കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം കർത്താവെ. അവിടുത്തെ തിരിച്ചറിവ് മറച്ചു കൊള്ളണമേ. സകലതിന്റെ നാമത്തിനായിരിക്കാൻ സഹായിക്കണമേ. ഇങ്ങനെ അടിയങ്ങൾക്ക് തരുന്ന ഓരോ അവസരങ്ങൾക്കായി സ്തോത്രം. സകലവും യേശു നാമത്തിൽ യാചിക്കുന്നു, കൃപയുടെ കേൾക്കണമേ. നമുക്ക് ഇപ്പോൾ നമ്മുടെ യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യവും പ്രത്യാശയും. ഉയർത്ത് എഴുന്നേറ്റ് ജീവിക്കുന്ന, ഇന്ന് നമ്മോട് കൂടെ നമ്മെ വഴി നടത്തുന്ന, സകല പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ഒക്കെ നമ്മെ കരയ്ക്ക് പിടിച്ചു നടത്തുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മുൻപോട്ട് പോകാം. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു എന്നുള്ള പാട്ട് ഇപ്പോൾ നമ്മുടെ സൈച്ചാനും സെലിമാമയും കുടുംബവും ഒരുമിച്ച് പാടും. ബാക്കിയുള്ള എല്ലാവരുടെയും മ്യൂട്ട് ചെയ്യുക, എന്നാൽ കൂടെ പാടുകയും ചെയ്യുക. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി മേഘാംബരം രാജരാജാവായി വാണിടുവാൻ. ഓ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൽ കോരകുക വിഷപ്പല്ലോ തകർന്നവരെയാൽ വിരിതല്ലോ ഭയങ്ങളുടെ ഭൂമിയിൽ ഞെന്നിക്കുന്നു വിളിക്കുകയാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുകയാം. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കെല്ലാം എന്റെ യേശുവത്രേ. ഓ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലെന്തെങ്കിലും വാസമെന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിനാം. ഇനി വെണ്ണിലെ വീട്ടിൽ വിത്തുമ്പുകളിനെ ഞാൻ പോറ്റിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ,
നമ്മൾ ഇന്ന് പാടിയതുപോലെ യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ നാവിൽ നിന്ന് എപ്പോഴും ഹല്ലേലൂയ 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 ഉയരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ചും ഭയപ്പെടുകയോ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാരണം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കരം പിടിച്ച് യേശു ക്രിസ്തു നമ്മെ നയിക്കുന്നു, ബലപ്പെടുത്തുന്നു, പരിപാലിക്കുന്നു. എല്ലാ മേഖലകളിലും ദൈവം അനുഗ്രഹമായി പരിപാലിക്കുന്നതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സങ്കീർത്തനമാണല്ലോ സങ്കീർത്തനം 91. ആ 91-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു, അവൻ എന്നോട് പറ്റിച്ചേർന്നിരിക്കുന്നതിനാൽ ഞാൻ അവനെ വിടുവിക്കും. ഐ റിപ്പീറ്റ്, അവൻ എന്നോട് പറ്റിച്ചേർന്നിരിക്കുന്നതിനാൽ ഞാൻ അവനെ വിടുവിക്കും. ഒറ്റ കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി, നാം നമ്മുടെ ദൈവത്തോട് പറ്റിച്ചേർന്നാണോ ഇരിക്കുന്നത് എന്ന് മാത്രം നമ്മളൊന്ന് വിചിന്തനം ചെയ്യുക. നമ്മൾ അങ്ങനെ പറ്റിച്ചേർന്നിരിക്കുകയാണെങ്കിൽ മഹാമാരിയിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, നഷ്ടങ്ങളിൽ നിന്ന്, പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന്, ജീവിതത്തിന്റെ എല്ലാ നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്നും അത്യത്ഭുതകരമായി നമ്മെ വിടുവിച്ച് ജയോത്സവമായി ഈ ദൈവം നമ്മെ നടത്തും. ഹല്ലേലൂയ ഹല്ലേലൂയ. 91-ാം സങ്കീർത്തനം നമുക്ക് വായിച്ചു കേൾക്കാം. ഇപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ വിൻസി ഉണ്ട്, അതുപോലെ തന്നെ എഡ്വിനും ഉണ്ട്. ഇവർ രണ്ടുപേരും 91-ാം സങ്കീർത്തനം അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ അവർ വായിക്കും. ഇപ്പോൾ നമ്മുടെ US-ൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുള്ള വിൻസി ഇപ്പോൾ 91-ാം സങ്കീർത്തനം വായിക്കുന്നതാണ്. Hello everyone. Here's the lesson. Whoever dwells in the shelter of the Most High will rest in the shadow of the Almighty. I will say to the Lord, He is my refuge and my fortress, my God in whom I trust. Surely He will save you from the fowler's snare and from the deadly pestilence. He will cover you with His feathers, and under His wings you will find refuge. His faithfulness will be your shield and rampart. You will not fear the terror of night, nor the arrow that flies by day, nor the pestilence that stalks in the darkness, nor the plague that destroys at midday. 1,000 may fall at your side, 10,000 at your right hand, but it will not come near you. You will only observe with your eyes and see the punishment of the wicked. If you say, the Lord is my refuge, and you make the Most High your dwelling, no harm will overtake you, no disaster will come near your tent. For He will command His angels concerning you to guard you in all your ways. They will uplift you in their hands, so that you will not strike your foot against a stone. You will tread on the lion and the cobra. He will trample the great lion and the serpent. Because He loves me, says the Lord, I will rescue him, I will protect him, for he acknowledges my name. He will call on me and I will answer him. I will be with him in trouble. I will deliver him and honor him. With long life I will satisfy him and show him my salvation. Here ends the lesson. Thank you, Vincy, for reading Psalms 91. I'm very happy to hear from you because I just wake up her to attend the meeting. അവിടെ ഇപ്പോൾ രാവിലെ സമയമാണ്, എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. എന്നാൽ ഇവരുടെ എല്ലാം ഒരു സൗകര്യാർത്ഥമാണ് നമ്മൾ ഈ ഒരു സമയം ക്രമീകരിച്ചിരിക്കുന്നത്. പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ഈ പ്രെയർ ഇനി എല്ലാ മാസത്തിലും ഒരു സാറ്റർഡേ ഈവനിങ്ങിൽ നമ്മൾ കൂടും. ഇത് നമ്മുടെ ജീവിത ആന്ത്യം വരെയും നമ്മൾ അത് നമ്മുടെ തലമുറകളിലേക്ക് കൈമാറി ഇതിങ്ങനെ മുൻപോട്ട് പോകും. ഒരുമിച്ച് നിന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ മാസത്തിൽ ഒരിക്കൽ 1 മണിക്കൂർ സമയം ലഭിക്കുന്നത് നമ്മൾ പൂർണ്ണമായും വിനിയോഗിച്ച് മുൻപോട്ട് പോകണം. നമ്മൾ എപ്പോഴും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ, ഉപ്പാപ്പൻ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ഫാമിലിയെ കുറിച്ച് പറയുന്നത് സുവിശേഷ തൽപര ഫാമിലി. ജീവിതത്തിന്റെ ഏതു മാർഗത്തിലും കൂടെയും നമുക്ക് ലഭിക്കുന്ന ജോലിയിലും ഏത് സാഹചര്യമായാലും അതിലൂടെ സുവിശേഷ വേലയെ പ്രോത്സാഹിപ്പിക്കുകയും വർദ്ധിപ്പിക്കുകയും ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്യുന്ന ഫാമിലിയാണ് നമ്മുടേത്. തീർച്ചയായിട്ടും നമുക്ക് ആ വലിയ വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് മുൻപോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ ഇന്റർസെസറി പ്രയറിന് വേണ്ടി അല്പസമയം വേർതിരിക്കുകയാണ്. ഐ റിക്വസ്റ്റ് മനോജ് ജോർജ് ടു ലീഡ് ഇന്റർസെസറി പ്രയർ. നമുക്ക് അല്പസമയം ദൈവസന്നിധിയിലായിരിക്കാം. Let us bow down our heads and submit ourselves before the throne of grace. ദൈവം നമുക്ക് ആയുസ് ഇത്രത്തോളം നീട്ടിത്തന്നു.
നമ്മള് ഈ ലോകത്തിന്റെ പല ഭാഗത്ത് ഒരേപോലെ അഫക്റ്റഡ് ആയിട്ട് എല്ലാവരും വീടുകളിൽ തന്നെ കഴിയേണ്ടതായിട്ടുള്ള ഒരവസ്ഥാ വിശേഷത്തിലൂടെ നമ്മളെല്ലാം കടന്നു പോകും. ഒരിക്കലും മനുഷ്യന്റെ ബുദ്ധിയിൽ ചിന്തിക്കാത്തതും ഒരിക്കലും മനുഷ്യൻ ആലോചിക്കാത്തതും ആയിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. God, tell us what you want to speak to us through this pestilence. ഈ മഹാമാരിയിൽ നിനക്ക് ഞങ്ങളോട് എന്താണ് സംസാരിക്കാനുള്ളത് കർത്താവേ, അരുളി ചെയ്യണമേ, അടിയനിത എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കാൻ നമുക്ക് ആയുസ് ദൈവം നീട്ടിത്തന്നു. നമ്മളെല്ലാവരെയും ഈ മഹാമാരിയിൽ നിന്ന് ദൈവം ഇത്രത്തോളം അത്ഭുതകരമായി കാത്ത് പരിപാലിച്ചു. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, ബുദ്ധിമുട്ടുകളുടെ മധ്യത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ പിതാക്കന്മാരെ നടത്തിയതായിട്ടുള്ള ദൈവം ഇന്നും നമ്മളെ നടത്തുന്നു. നാളെയും നമ്മുടെ തലമുറകളെയും നടത്തുവാൻ മതിയായവനായ ദൈവമാണെന്ന് ജീവിതത്തിൽ രുചിച്ചറിപ്പാൻ ദൈവം തരുന്ന അവസരങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ആയുസ്, ആരോഗ്യം ഒക്കെ നമ്മൾ we are taken for granted for many times. We thought it's a routine. But today, every day is God's grace. ഓരോ ദിവസവും ദൈവത്തിന്റെ കൃപയാണ്. നമ്മളുടെ ഇടയിൽ നമ്മുടെ പിതാക്കന്മാരുണ്ട്, പ്രായമുള്ളവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിൽ രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരെ കുടുംബമായി നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. വിശേഷ നമ്മുടെ ചന്ദനക്കാവിലെ സഹിച്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നിന്റെ മകനെ സൗഖ്യവും ആയുസ്സും ആരോഗ്യവും ഒക്കെ ദൈവമേ നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സുജമാമയുടെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ ഇൻ ആൻഡ് ഔട്ട് ആയിട്ട് ഒക്കെ ഇരിക്കുന്നു. നിന്റെ മകനും കർത്താവേ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂട്ടത്തിലുള്ള കുഞ്ഞുങ്ങൾ പലരൊക്കെ ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞു, പുതിയതായിട്ടുള്ള ഡിസിഷൻസിലേക്കൊക്കെ കടക്കുന്നു. Lord, guide them to the places you want them to be. വിശേഷ നമ്മുടെ നേഴ്സസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, ഹെൽത്ത് സെക്ടർ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരും പ്രാർത്ഥിക്കാം. വളരെ പ്രതിസന്ധിയിലൂടെ ഒക്കെ അവർ കടന്നു പോകുമ്പോൾ, വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഡീൽ ചെയ്യുമ്പോൾ, ലൈഫ് ആൻഡ് ഡെത്ത് ഇഷ്യൂസ് ഒക്കെ ഡീൽ ചെയ്യുമ്പോൾ കർത്താവേ നിന്റെ മക്കളുടെ മേൽ അമിതമായ കൃപ അനുഭവിക്കണമേ, അനുഭവമാക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന അവസരങ്ങളിലേക്ക് വരുമ്പോൾ കൈപിടിച്ച് നടത്തുന്നതിനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവമേ ഇന്നലെ നടത്തിയതായിട്ട് ദൈവം ഇന്നും നടത്തുമെന്നുള്ള കൃപയോൾ വിശ്വാസത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ മഹാമാരിയുടെ ഇതിൽ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവരുണ്ട്, സാമ്പത്തികമായ ക്ലേശങ്ങളിലേക്ക് പ്രവേശിച്ചവരുണ്ട്. അവരൊക്കെ കർത്താവേ നിന്റെ ദിവ്യ വിചാരണയിൽ, നിന്റെ ദിവ്യമായ നടത്തിപ്പിൻ കീഴിൽ ഞങ്ങളെ ഒക്കെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളെ കുടുംബമായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിച്ച് വിവിധ മേഖലകൾ നമ്മളെ ഓരോരുത്തരെ ആക്കി വെച്ചിരിക്കുന്നു.
ബിസിനസ്സിൽ, സർവീസിൽ, ആതുര സേവന രംഗത്ത്, പഠിപ്പിക്കാൻ, ബാങ്കിങ്ങിൽ, ഓരോ മേഖലകളിൽ, കോടതികളിലൊക്കെ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. ആക്കിയിരിക്കുന്നിടത്തെല്ലാം കർത്താവിനെ ചുമക്കുന്ന കഴുതകളായി ദൈവമേ ഞങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരെയും പേരുപേരായി ഈ സമയം ഓർത്ത്, കുടുംബമായി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരോടും പറയാൻ പറ്റാത്ത പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, കുടുംബത്തിലെ ഞരക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്, ഭാവിയെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഇവയൊക്കെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, നീ ഞങ്ങളെ കാക്കണമേ, പരിപാലിക്കണമേ. Lord, lead us and guide us through these times, that you will be with us. When we dwell upon the shadow of the Most High, we shall not fear. Lord, help us to walk in your shadow. നിന്നോട് പറ്റിച്ചേർന്നുകൊണ്ട് നടക്കുവാൻ, നിന്റെ നിഴലിലായിരിക്കാൻ, നിന്റെ നിഴല് വിട്ട് എങ്ങും ഓടിപ്പോകാതിരിക്കാൻ നീ ഞങ്ങളെ നിന്നോടൊപ്പം ചേർത്ത് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവിനോട് പറ്റിച്ചേർന്നുകൊണ്ട് ജീവിപ്പാൻ ഈയുള്ള അവസരങ്ങളിൽ കർത്താവേ കൂടുതൽ സമയം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെയൊക്കെ ഓർത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാമല്ലോ. കാമുച്ചായന് പ്രാർത്ഥിക്കാവോ? സാംചാൻ കേൾക്കുന്നുണ്ടോ? Or anybody else who can lead us in prayer, please lead us. ബാബുചാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവത്തെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, ദൈവകൃപയിൽ ആനന്ദിപ്പാൻ, കർത്താവെ ഞങ്ങളുടെ ആവശ്യങ്ങളും എല്ലാം കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിപ്പാൻ, എന്റെ കർത്താവിനോട് പറ്റിച്ചേർന്ന് ജീവിപ്പാൻ ദൈവം തന്ന അവസരത്തിനായി കൊടാനുകോടി സ്തോത്രം. ദൈവകൃപയിൽ ആനന്ദിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കോണം അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവെ ഞങ്ങളുടെ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ എന്റെ കർത്താവ് അറിയുന്നുവല്ലോ. കോവിഡിൻ്റെതായ പ്രയാസങ്ങളാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടുന്നു കർത്താവെ. എന്നാൽ അവയെല്ലാം മാറ്റുന്ന കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം എന്റെ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ ഞങ്ങളിൽ പകരണമേ. യാതൊരു മഹാവ്യാധി പോലും അടുക്കാതെ വണ്ണം അവിടുന്ന് ഞങ്ങളെ സൂക്ഷിക്കണമേ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ലോകത്തെ അവിടുന്ന് രക്ഷിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. എല്ലാ ആളുകൾക്കും സൗഖ്യം ലഭിപ്പാൻ തക്കവണ്ണം എല്ലാ ആളുകളും ദൈവത്തെ നമസ്കരിച്ച് മഹത്വപ്പെടുത്തി കർത്താവെ ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം. എല്ലായിടത്തും സമാധാനം ലഭ്യമാകുവാൻ തക്കവണ്ണം അവിടെ ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് കരുതണമേ, കാത്തു സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ, ദോഷങ്ങളിലൊക്കെ ദൈവം വിടുവിക്കണമേ. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ച് അറിഞ്ഞ് ജീവിപ്പാൻ തക്കവണ്ണം അവിടെ ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കർത്താവെ കുടുംബാംഗങ്ങളെ മുഴുവനായി കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവെ അവിടുത്തെ മകൻ വെച്ചുവല്ലോ, അതെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സൗഖ്യദായകനായ കർത്താവ് കൂടെ ഇരുന്ന് ഞങ്ങൾ എല്ലാവരെയും അവിടെ നിന്ന് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ സഹിച്ചാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും കർത്താവെ അവിടുന്ന് കൊടുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചന്ദ്രക അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിന്റെ അതുല്യമായ സ്നേഹവും കരുതലും സൗഖ്യവും കൊടുത്ത് കർത്താവെ അവിടുന്ന് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉപ്പാപ്പന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. നല്ല ആരോഗ്യവും ബലവും കർത്താവെ അവിടുന്ന് കൊടുക്കണമേ. എല്ലാ ദോഷങ്ങളിൽ നിന്നും വിടുവിക്കണമേ കർത്താവെ. മനസ്സിന് ധൈര്യവും അനുഗ്രഹവും കർത്താവ് കൊടുത്ത് അവിടുന്ന് പരിപാലിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു
കർത്താവെ. വടശ്ശേരിക്കരയിലെ ബാബുച്ചാന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മകനെ അവിടുന്ന് പൂർണ്ണ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദോഷങ്ങളിലൊന്നും കണക്കിടരുതേ കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പഠിക്കാനുള്ള ബുദ്ധിയെ, ജ്ഞാനത്തെയും പരിജ്ഞാനത്തെയും കർത്താവ് കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ പ്രായമെത്തിയ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് നല്ല ആലോചനകൾ ലഭിക്കാനും കർത്താവ് ആഗ്രഹിക്കുന്ന, അനുവദിക്കുന്ന കർത്താവെ പങ്കാളികളെ ലഭിക്കാനും കർത്താവ് ഇടയാക്കി തീർക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നല്ലോ, ജോലി കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവിധ ആവശ്യങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാം നല്ല ഭംഗിയായി ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്കൊക്കെ ലഭിച്ച ജോലിക്കായും ഞങ്ങളെ പ്പിച്ച ഉത്തരവാദിത്തങ്ങൾക്കായും നന്ദിയോടെ സ്തോത്രം. അത് ദൈവസന്നിധിയിൽ കർത്താവ് ഏറ്റവും നല്ല ഉത്തരവാദിത്ത ബോധത്തോടുകൂടി നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസി എന്ന് പേരിന് യോഗ്യാമണ്ണം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിലും ജയം നൽകുന്ന, സകലത്തിലും വിജയം നൽകുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ തലയിൽ ഒരു മുടി പോലും താഴെ വീഴുന്നത് എന്റെ കർത്താവ് അറിയാതെ അല്ലല്ലോ. അതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളെപ്പോഴും കർത്താവെ നല്ല എരിവുള്ളവരായി, തീഷ്ണതയുള്ളവരായി, സുവിശേഷ ഘോഷണത്തിൽ നല്ല പങ്കാളിയുള്ളവരായി ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ മേഖലകളിലും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണം. ഇതിനായി ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. വചനം ശുശ്രൂഷ ചെയ്യുന്ന പ്രിയ മകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മകളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ധാരാളം അനുഗ്രഹങ്ങളും അനുഭവങ്ങളും നിന്റെ മകൾക്ക് കർത്താവെ കൊടുത്തിട്ടുണ്ടല്ലോ. അതെല്ലാം ദൈവനാമ മഹത്വത്തിനാക്കി അവിടുന്ന് തീർത്തിരിക്കുന്നതിനാൽ സ്തോത്രം. കൂടുതൽ അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയാക്കണം. വചനം ഞങ്ങൾക്ക് കർത്താവെ നല്ല ഭംഗിയായി അത് മനസ്സിലാക്കുവാൻ, ദൈവത്തെ അനുസരിപ്പാൻ, കൂടെ നിൽപ്പാൻ കർത്താവ് ഇടയാക്കി തീർക്കണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോടെ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കുടുംബാംഗങ്ങൾ പല മേഖലകളിലും ദൈവത്തെ അനുഗ്രഹീതമായി മഹത്വപ്പെടുത്തുന്നു. മനോജിനെ ഓർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കുടുംബത്തിൽ ഒരു അനുഗ്രഹീതമായ ഒരു അഡ്വക്കേറ്റ് ദൈവം ദാനം ചെയ്തു. തൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും അനുഗ്രഹപ്രദമായി പ്രവർത്തിക്കുന്നു. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കോടതിയിൽ ബൈബിൾ 2-3 ഭാഷകളിലുള്ള ബൈബിൾ എടുത്തു വെച്ചുകൊണ്ട് ന്യായാധിപന് മുമ്പാകെ സംസാരിപ്പാൻ തക്കവണ്ണം നാവും ശക്തിയും നിന്റെ മകന് നൽകി ശക്തീകരിച്ചു. നമുക്ക് അഭിമാനിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ അതുല്യമായ കൃപ തുടർന്നുള്ള സമയങ്ങളിലൊക്കെ ദൈവം ലഭ്യമാക്കി ഏറ്റവും അനുഗ്രഹപ്രദമായി ഉയരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഡ്വിൻ എന്ന് പറയുന്നത് നമ്മുടെ മനുവിന്റെ മൂത്ത മകനാണ്. ഡൽഹിയിലാണ് അവരും. മനു കുറച്ചുനാൾ ഇവിടെ ആയിരുന്നു, ഷാർജയിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഡൽഹിയിൽ സെറ്റിലായിരിക്കുന്നു. ദൈവം അവരെ കൂടുതലായി അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ അതുല്യമായ സ്നേഹവും കൃപയും നിന്റെ മക്കളും അനുഭവിക്കുന്നു. ഇപ്പോൾ എഡ്വിൻ 91-ാം സങ്കീർത്തനം വീണ്ടും നമുക്ക് വായിച്ച് കേൾപ്പിക്കുന്നതാണ്. എഡ്വിൻ, പ്ലീസ്. Psalms 91. He who dwells in the shelter of the Most High will abide in the shadow of the Almighty. I will say to the Lord, my refuge and my fortress, my God in whom I trust. For he will deliver you from the snare of the fowler and from the deadly pestilence. He will cover you with his pinions, and under his wings you will find refuge. His faithfulness is a shield and a buckler. You will not fear the terror of the night, nor the arrows that fly by the day, nor the pestilence that stalks in darkness, nor the destruction that wastes at noonday. 1,000 may fall at your side, 10,000 at your right hand, but it will not come near you. You will only look with your eyes and see the recompense of the wicked. Because you have made the Lord your dwelling place, the Most High, who is my refuge. No evil shall be allowed to befall you, no plague come near your tent. For he will command his angels concerning you, to guard you in all your ways. On their hands they will bear you up, lest you strike your foot against a stone. You will tread on the lion and the adder, the young lion and the serpent you will trample underfoot. Because he holds fast to me in love, I will deliver him, I will protect him.
because he knows my name. When he calls to me, I will answer him. I will be with him in trouble. I will rescue him and honor him with long life and will satisfy him and show him my salvation. Hear and see lesson. യെസ്, നമ്മള് 2 പ്രാവശ്യം ഈ 91 സങ്കീർത്തനം വായിച്ച് കേൾപ്പിച്ചതിന് ഭയങ്കര ഒരു ഉദ്ദേശമുണ്ട്. എഡ്വിൻ, താങ്ക് യു വെരി മച്ച്. അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനായി ദൈവം വളർത്തിയെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 91 സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. നമ്മൾ ആദ്യം പറയും, അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവ്വശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയും. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ടവൻ നിന്നെ വിറയ്ക്കും. പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേർ വീഴുമെങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. ഈ വാക്കുകളൊക്കെ നമുക്ക് വളരെ ശക്തി നൽകുന്നതാണ്. പക്ഷെ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം, ആ വാക്യത്തിൽ ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ, അവൻ എന്നോട് പറ്റിച്ചേർന്നിരിക്കുന്നില്ല, ഞാൻ അവനെ വിടുവിക്കും. വിടുതലുള്ളവര്, വിടുതൽ ലഭിക്കുന്നത് കർത്താവിനോട് പറ്റിച്ചേർന്നുള്ളവർക്ക് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ് 91 സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരുന്നത്. അങ്ങനെ തീരുവാൻ തക്കവണ്ണം നാം ഇടയായി തീരട്ടെ. വചന ശുശ്രൂഷ നടത്തുന്നത് നമ്മുടെ മേഘ ജോണാണ്. അതിനു മുമ്പായി ഒരു 5 മിനിറ്റ് സമയം ഞാൻ വിനിയോഗിക്കട്ടെ. നമ്മുടെ കൂടെ ഉള്ളവരെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോൾ എൻ്റെ സ്ക്രീനിൽ കാണുന്ന ആ ഓർഡർ പ്രകാരമാണ്, പ്രോട്ടോകോൾ പ്രകാരമല്ല, ഓർഡർ പ്രകാരമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ പൂനെയിലെ നമ്മുടെ ഉപ്പാപ്പനും അമ്മാമ്മയും കൂടെയുണ്ട്. മേഘ നമ്മുടെ കൂടെയുണ്ട്. മേഘ നമുക്കറിയാം, നമ്മുടെ സഹോദരനായ KM ജോൺ ഇവാഞ്ചലിസ്റ്റ് ഒരു പ്രീസ്റ്റായി തീരാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പ്ലാനിലൂടെ അത് മേഘയ്ക്ക് നൽകിയിരിക്കുന്നു. മേഘ നമ്മുടെ സഹോദരന്റെ മകളാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മനോജും ശില്പയും ജോഷുവായും നമ്മുടെ കൂടെ, ബാവുച്ചാനും സുജമാമയും കൂടെയുണ്ട്. ടിമി മാമൻ ഫാമിലി നമ്മുടെ കൂടെയുണ്ട്. സച്ചിൻ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം ഡ്രൈവ് ചെയ്യുകയാണ്. വണ്ടിയിലിരുന്നാണ് അദ്ദേഹം അത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. തന്റെ ജോലിയോട് ഭയങ്കര ആത്മാർത്ഥതയുള്ളത് കൊണ്ട് 5 മിനിറ്റ് നേരത്തെ പോലും ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. അതുപോലെ ഒരു പ്രകാശ് വർഗീസ് നമ്മുടെ കൂടെയുണ്ട്. സാംശാനും അമ്മയും മിനിമാമയും കുടുംബാംഗങ്ങളും നമ്മുടെ കൂടെയുണ്ട്. അബിനും നമ്മുടെ കൂടെ, എനിക്ക് തോന്നുന്നു വണ്ടിയിലാണെന്ന് തോന്നുന്നു. അബിനും നമ്മുടെ കൂടെയുണ്ട്. വാഗത്താനത്ത് നിന്ന് വലിയ സന്തോഷം, നമ്മുടെ ഗ്രേസി മാമ നമ്മുടെ കൂടെയുണ്ട്. ഗ്രേസി മാമയും അച്ചായനും കൂടെയുണ്ട്. ഞാൻ അനുവിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടത്തിയ മീറ്റിംഗിൽ അവർക്ക് വരുവാൻ സാധിച്ചില്ല, നാട്ടിലെ ഇന്റർനെറ്റ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും. എന്നാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഗ്രേസി മാമയെ കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഗ്രേസി മാമയും കുടുംബവും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഏറ്റവും സീനിയർ ആയിരിക്കുന്ന നമ്മുടെ ജോർജുട്ടി ഉപ്പാപ്പൻ എറണാകുളത്ത് നിന്നും ഉപ്പാപ്പനും ലിസിമാമയും നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെമ്പർ ആയിരിക്കുന്ന ജയൻ നമ്മോട് കൂടെയുണ്ട്. നേരത്തെ ഇവിടെ ആയിരുന്നു, ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും നമ്മുടെ ഈ മീറ്റിങ്ങിലെല്ലാം ശേഷം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും സംസാരിക്കാനുള്ള സമയമുണ്ട്. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും സംസാരിക്കാനുള്ള സമയം ലഭിക്കുന്നതാണ്. സോളിയും കുടുംബവും നമ്മോട് കൂടെയുണ്ട്. മനുവും കുടുംബവും ഡൽഹിയിൽ നിന്ന് നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ വല്യളിയൻ സൈച്ചാനും സെലിമാമയും കുടുംബവും, അതോടൊപ്പം ചന്ദനകാവിലെ അമ്മച്ചിയും നമ്മോട് കൂടെയുണ്ട്. US നിന്ന് സിബി, പുഷ്പ ആൻഡ് മക്കൾ അവരും നമ്മോട് കൂടെയുണ്ട്. മോൻ നല്ല ഭംഗിയായിട്ട് കീബോർഡൊക്കെ വായിച്ച് നമ്മൾ കേട്ടുവല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മുടെ വിൻസിയും കുടുംബവും ഇപ്പോൾ കൂടെയുണ്ട്. വിൻസി രാവിലെ എഴുന്നേറ്റു, അത് കഴിഞ്ഞ് ഇടയ്ക്ക് പോയി ഹസ്ബൻഡിനെയും വിളിച്ചെഴുന്നേൽപ്പിച്ചു, ഇപ്പോൾ കൊണ്ടുവന്നു. ഇപ്പൊ രണ്ടുപേരും കൂടെയുണ്ട്. മക്കളെ ഉറങ്ങാൻ വിട്ടിരിക്കുകയാണ്, ഉറങ്ങട്ടെ. പിന്നെ അടുത്ത മീറ്റിങ്ങുകളൊക്കെ നമുക്ക് വീണ്ടും കാണാം. US നിന്ന് ജോയിൻ ചെയ്ത സിബിയോടും വിൻസിയോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ബോംബെയിൽ നിന്ന് നമ്മുടെ മിനിക്കുട്ടി കൂടെയുണ്ട്. മിനിയും കുടുംബവും കൂടെയുണ്ട്. വളരെ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അടുത്തതായി എനിക്കൊരു അച്ചിയാമ്മ എന്നുള്ളൊരു പേര് കാണാം. എനിക്കത് ശരിക്കും മനസ്സിലായില്ല. നമുക്ക് അവരുടെ ഫോട്ടോ കാണണം. തീർച്ചയായിട്ടും അത് ഒന്ന് വെളിപ്പെടുത്തിയാൽ നല്ലതായിരിക്കും മനസ്സിലാക്കുവാൻ. നമ്മുടെ ക്രിസ്റ്റിജാനാണ്. ഓക്കെ, ക്രിസ്റ്റിജാനും കുടുംബവും നമ്മോട് കൂടെയുണ്ട്. ക്രിസ്റ്റിജാൻ ട്രിവാൻഡ്രത്താണ്. തീർച്ചയായിട്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ജെബിൻ സോളിയുടെ മകനാണ്, കൂടെയുണ്ട്.
അതുപോലെ തന്നെ പിന്നെ കാണുന്നത് അവരുടെ പേരുകളില്ല. ഒരു കാര്യം പ്രത്യേകമായി സൂചിപ്പിക്കട്ടെ, നമ്മുടെ ഒരു മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും എഴുന്നേറ്റ് പോകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കാരണം ചില കാര്യങ്ങളൊക്കെ സ്പോട്ടിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സ്പോട്ടിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവൈലബിൾ ആയിട്ടിരിക്കണം. അതുപോലെ തന്നെ ഓഫ് ചെയ്ത് ചായ കുടിക്കാൻ വേണ്ടി പോകരുത്. കാരണം ഇത് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ചായയും അതുപോലെ തന്നെ മധുര പലഹാരങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് അവരവരുടെ വീട്ടിൽ. തീർച്ചയായിട്ടും അതുകൊണ്ട് ഒരു പ്രാവശ്യം നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആരും പോകരുത്. വചന ശുശ്രൂഷയ്ക്കായി കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒറ്റൊരു വാക്ക്, ഒരു മേഘയുടെ വചന ചിന്തയ്ക്ക് ഉത്ബോധകമായി ഒരു ചിന്ത, ഒരു 2 മിനിറ്റ് ചിന്ത നിങ്ങളുടെ കരങ്ങളിലേക്ക് ഞാൻ ഇട്ടു തരികയാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. യിരെമ്യാ പ്രവാചകനെ ദൈവം ഒരു കുശവന്റെ ആലയത്തിലേക്ക് കൊണ്ടുപോയി. കുശവന്റെ ആലയത്തിൽ യിരെമ്യാ പ്രവാചകനെ കാണിച്ചു. അവിടെ ഒരു ചക്രമുണ്ടായിരുന്നു, ഒരു കുശവനുണ്ടായിരുന്നു, കളിമണ്ണുണ്ടായിരുന്നു. ഈ കളിമണ്ണ് ഉപയോഗിച്ച് കുശവൻ തന്റെ ചക്രത്തിൽ ഈ മണ്ണിനെ അനുഗ്രഹീതമായ പാത്രമാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ പാത്രമാക്കിക്കൊണ്ടിരുന്ന ഒരു വേളയിൽ കുറച്ചു മണ്ണ് ദൈവത്തിന്റെ കരങ്ങളിൽ ഇരുന്ന് ചീത്തയായിപ്പോയി, സ്പോയിലായിപ്പോയി, ഉപയോഗിക്കാൻ കൊള്ളാത്തവരായിപ്പോയി. അങ്ങനെ ആയി തീർന്നപ്പോൾ ഇത് കൊള്ളത്തില്ല, ഇത് മോശമാണ്, ഇത് എനിക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് ദൈവം ഈ കളിമണ്ണിനെ തള്ളിക്കളയാതെ ഈ കരങ്ങളിലിരിക്കുന്ന കളിമണ്ണിനെ മനോഹരമായ പാത്രമാക്കി ദൈവം തീർത്തു. പലപ്പോഴും കുശവന്റെ കയ്യിലിരിക്കുന്ന ചീത്തയായ മണ്ണ് പോലെയാണ് നാം. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ നഷ്ടങ്ങൾ, ഇതെല്ലാം ചീത്തയായി പോകുന്ന ഒരവസ്ഥയാണ്. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഞാൻ ചീത്തയായി പോയി എങ്കിലും എന്റെ ദൈവത്തിന്റെ കരത്തിൽ തന്നെയാണ് ഞാൻ. ഹല്ലേലൂയ! എന്റെ കരത്തിൽ തന്നെ ഞാൻ ഇരിക്കുന്നത് കൊണ്ട് ഈ ദൈവം അത് കളയാതെ എന്നെ നല്ല പാത്രമാക്കി, ഞാൻ ഉദ്ദേശിക്കുന്നതിലപ്പുറമായി, അതുവരെ ദൈവം നിർമ്മിച്ച പാത്രങ്ങൾക്കപ്പുറമായി ഏറ്റവും ശ്രേഷ്ഠകരമായ പാത്രമാക്കി ഈ ദൈവം തീർക്കും. ഹല്ലേലൂയ! ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിന് ഒരു ശക്തിയും ബലവുമായി തീരട്ടെ. എപ്പോഴൊക്കെ ചീത്തയായി പോകുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ ഈ കർത്താവിന്റെ കരങ്ങളിൽ തന്നെ ഒന്ന് താണിരിക്കുക, ഏറ്റു പറയുക, പാപം ചെയ്യാതെ ജീവിക്കുക, പൂർണ്ണമായും ദൈവത്തോട് പറ്റിച്ചേരുക, വിശുദ്ധിയോടെ ജീവിക്കുക. പാപത്തിന്റെ ഒരു അംശം പോലും ഒരാളോ മറ്റൊരാളോ അല്ലെങ്കിൽ ദൈവമോ നമ്മിൽ കാണാതിരിപ്പാൻ തക്കവണ്ണം ദൈവവചനത്തിൽ അടിത്തറമായി പൂർണ്ണമായും ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ അത്ഭുതകരമായി ഉയർത്തും. ദൈവം വിജയം നൽകും. പരാജയം ദൈവം കാണുവാൻ നമ്മളെ അനുവദിക്കുകയില്ല. കാരണം ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, ഞാൻ എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ട് ആർക്കും എന്നോട് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ന്യായാധിപ സംഘത്തിന്റെയും അടി കൊണ്ട സമയങ്ങളിലൊക്കെ കർത്താവ് പറഞ്ഞത്, നിന്നെ ഇങ്ങനെ എന്റെ ദൈവം അനുവദിച്ചത് കൊണ്ടാണ് സംഭവിച്ചത്, ഇല്ലെങ്കിൽ എന്നെ തൊടുവാൻ പോലും സാധിക്കുകയില്ല എന്ന് യേശു വളരെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ആ യേശു തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ ഉള്ളം കരങ്ങളിൽ ഇരിക്കുന്നു. എന്റെ ഉള്ളം കരങ്ങളിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. യോശുവയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം അതിന്റെ അവസാന വാക്യത്തിൽ പറയുന്നു, മുമ്പാകെ നീ പോകുമ്പോൾ, എന്റെ വചനമനുസരിച്ച് പോകുമ്പോൾ ആരും നിന്റെ മുൻപാകെ വരികയില്ല, ഒരു രാജാക്കന്മാരും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മൾ വചന ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുകയാണ്. എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഞാൻ ഇരിക്കുന്നു. എന്നെ മറ്റൊരാൾക്ക് തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല, എന്റെ ദൈവം അറിയാതെ. അതുകൊണ്ട് ദൈവത്തെ പൂർണ്ണമായും സമർപ്പിക്കാം. നമ്മുടെ കാതുകെട്ട് കുടുംബവും അതിനോട് ചേർന്ന് നിൽക്കുന്ന അസോസിയേറ്റ് എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ, പ്രത്യാശയോടെ ജീവിക്കാൻ തന്നെ സഹായിക്കട്ടെ. ഏത് പ്രയാസങ്ങളുടെ മധ്യത്തിലും ഹൗ ആർ യു എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, ഐ ആം ഫൈൻ വിത്ത് ദ ഗ്രേസ് ഓഫ് ഗോഡ്, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, ഞാൻ ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. ഈ വാക്കുകളല്ലാതെ വേറൊന്നും പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. ഏത് പ്രയാസങ്ങളുടെ മധ്യയിലായിക്കൊള്ളട്ടെ, രോഗങ്ങളുടെ മധ്യയിലായിക്കൊള്ളട്ടെ, അവിടെയെല്ലാം ദൈവത്തിന്റെ ഗ്രേസ് സഫിഷ്യന്റ് ആണ്. അത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. സന്തോഷത്തോടെ ചിരിക്കുന്ന മുഖമായി നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയ മേഘമോളെ ദൈവവചന ശുശ്രൂഷയ്ക്കായി വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മേഘ മ്യൂട്ട് അൺമ്യൂട്ട്. ഓക്കെ. Okay.
ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഒരുക്കി തന്ന എല്ലാവരോടും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ താങ്ക് യു പറയുന്നു. ഇപ്പൊ ഞാൻ ആക്ച്വലി ഭയങ്കര ആൻഷ്യസ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ഇത്രയും പ്രാസംഗികർ മുമ്പിൽ ഇരിക്കുമ്പോൾ ഈ ചെറിയ ഞാൻ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അത് ശരിക്കും ആൻഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഞാൻ ദൈവവചനത്തിൽ നിന്ന് എന്ത് സംസാരിക്കും, ഏത് ടോപ്പിക് ചൂസ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒത്തിരി കൺഫ്യൂഷൻ ആയിട്ടിരുന്നൊരു ടൈമില് എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു കാര്യമുണ്ട്. ഞാൻ ഇപ്പം എല്ലാവർക്കും അറിയാം, ഞാൻ ഇപ്പം MSc കൗൺസിലിംഗ് സൈക്കോളജിയാണ് പഠിക്കുന്നത്. അപ്പം എൻ്റെ കരിക്കുലത്തിന്റെ പാർട്ടായിട്ട് ഞാൻ കൗൺസിലിംഗ് കേസസ് എടുക്കുന്നുണ്ട്. അപ്പം അതിൽ എനിക്ക് ഇപ്പോൾ കർണാടക ഗവൺമെന്റിന്റെ ഒരു ക്രൈസിസ് കൗൺസിലിംഗ് ടെലിഫോൺ കൗൺസിലിംഗിന്റെ പാർട്ടാണ് ഞാനിപ്പോൾ. അപ്പം എനിക്ക് വരുന്ന കോൾസിൽ മിക്കതും അനലൈസ് ചെയ്യുവാണെങ്കിൽ എല്ലാവരുടെയും പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ ഒരു ഹോപ്പ്ലെസ്നെസ് ആണ്. അതായത് ഇപ്പോൾ പെട്ടെന്ന് കോവിഡ് വന്നു, ലൈഫ് വളരെ സ്മൂത്ത് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നു, പെട്ടെന്ന് കോവിഡ് വന്നു, ലൈഫ് പ്ലാൻ ചെയ്ത പോലോ അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ട്രാജഡീസ് വരുന്നു. അപ്പോൾ മുൻപോട്ടുള്ള ജീവിതം ഭയങ്കര അൺസർട്ടൺ ആയിട്ട് തോന്നുന്ന ഒരു ടൈമാണ്. അപ്പോൾ നമ്മുടെ ജീവിതം അനലൈസ് ചെയ്യുമ്പോഴും, ഇപ്പോൾ എൻ്റെ ജീവിതം അനലൈസ് ചെയ്തപ്പോൾ പോലും ഒരു വട്ടമെങ്കിലും നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടാവും, ദൈവമേ ഇനി മുന്നോട്ട് എങ്ങനെയാണ്, എൻ്റെ ജോലിയാകട്ടെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഫ്യൂച്ചർ എങ്ങനെയാണ്. നമ്മൾ എപ്പോഴാണ് ഒരു നിമിഷമെങ്കിലും നമ്മൾ ദൈവത്തോട് ഒരു അൺസർട്ടനിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഹോപ്പ്ഫുൾ അല്ലാത്ത ഒരു നിമിഷത്തിൽ നമ്മൾ ദൈവത്തോട് ചോദ്യം ചോദിച്ചെന്നിരിക്കാം. അപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നതും അത് തന്നെയാണ്. സഫറിങ് വരുമ്പോൾ ഹൗ ക്യാൻ വി ബി ഹോപ്പ്ഫുൾ, ഹൗ ക്യാൻ വി ബി ഹോപ്പ്ഫുൾ വെൻ വി ആർ ഇൻ ദ സഫറിങ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ബൈബിളിൽ റോമൻസ് ചാപ്റ്റർ 5 3-5 ഈ പോർഷനിൽ പറയുന്ന മെമ്മറി വേഴ്സ് ആണ് ഞാൻ ഫോക്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ അത് വായിക്കാം, ഇംഗ്ലീഷിൽ വായിക്കാം. Not only that, but we rejoice in our suffering, knowing that suffering produces endurance, and endurance produces character, and character produces hope, and hope does not put us to shame, because God's love has been poured into our hearts through the Holy Spirit who has been given to us. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് റിജോയ്സ് ഇൻ യുവർ സഫറിങ്, അതായത് കഷ്ടത വരുമ്പോൾ റിജോയ്സ് ചെയ്യുവാനാണ് വേദപുസ്തകം നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം വായിച്ചപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിച്ചു, കഷ്ടതയിൽ സന്തോഷിക്കുക അല്ലെങ്കിൽ റിജോയ്സ് ചെയ്യുക, അപ്പോൾ അത് ആക്ച്വലി സാധ്യമാണോ? അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ, അങ്ങനെ കുറച്ച് ധ്യാനിച്ചപ്പോൾ കിട്ടിയ കുറച്ച് പോയിന്റ്സ് ആണ് എനിക്ക് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. കഷ്ടതയിൽ അല്ലെങ്കിൽ സഫറിങ്ങിൽ നമ്മൾക്ക് എങ്ങനെ റിജോയ്സ് ആകാം, അല്ലെങ്കിൽ ഹൗ ക്യാൻ വി ബി ഹോപ്പ്ഫുൾ ഇൻ സഫറിങ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 പോയിന്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് അബവ്. ഫസ്റ്റ് പോയിന്റ് ഇസ് സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് അബവ്. അത് കൊലോഷ്യൻസ് 3:2 ഇപ്രകാരം പറയുന്നു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിക്കും. സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് അബവ്. നമ്മുടെ ലൈഫ് നമ്മൾ നോക്കുമ്പോൾ കൂടുതലായും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ സറൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതായ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ നമ്മുടെ ലൈഫ് എങ്ങനെയാണ്. അപ്പൊ നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും റെക്കഗ്നൈസ് ചെയ്യാത്ത ഒരു കാര്യമുണ്ട്, സ്വർഗത്തിലെ സന്തോഷം. നമ്മൾ ഭൂമിയിലുള്ള സന്തോഷം കിട്ടാൻ വേണ്ടി കഷ്ടപ്പാടും അല്ലെങ്കിൽ എന്താ പറയുക, സോഷ്യൽ അക്സെപ്റ്റബിലിറ്റി കിട്ടാൻ വേണ്ടി, റെക്കഗ്നിഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ കാണുന്നത് അതായത് ഈ ലോകത്തിൽ നമ്മൾ കാണുന്നതായ സന്തോഷം നേടുവാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് പെട്ടെന്നൊരു അൺസർട്ടൺ നിമിഷം വരുമ്പം അല്ലെങ്കിൽ പെട്ടെന്നൊരു സഫറിങ് വരുമ്പം നമ്മൾ അൺഹോപ്പ്ഫുൾ ആയി തീരുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടതായ ഒരു കാര്യം, നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെല്ലാം ഉയരത്തിലാക്കും. അതായത് ഇതിലും ഈ ലോകത്തിൽ കാണുന്നതായ സന്തോഷത്തെക്കാളും വളരെയധികം ഒരു ഉയർന്ന സന്തോഷം നമുക്ക് സ്വർഗത്തിലുണ്ട് എന്നുള്ള സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ കിട്ടുന്ന സന്തോഷം മാറ്റു കുറഞ്ഞ അല്ലെങ്കിൽ സ്വർഗത്തിൽ ലഭിക്കുന്ന സന്തോഷത്തിന്റെ മാറ്റു കുറഞ്ഞ സന്തോഷമാണ് എന്നുള്ള റെക്കഗ്നിഷൻ നമുക്ക് എല്ലാവർക്കും വേണം. അപ്പൊ ഇതിനെ കുറച്ചുകൂടി പോയിന്റ് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു കഥ പറയാം. കഥയല്ല, ഒരു ചെറിയ ഇൻസ്റ്റൻസ് പോലെ ഒരു കാര്യം. ഒരു സന്ദർശകൻ
700 മൈൽ നടന്ന് നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വളരെയധികം ദൂരം നടന്നു വരികയാണ്. അപ്പോൾ അങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് ആകാറായപ്പോഴേക്കും ഒരു വയൽ പ്രദേശത്ത് എത്തി. അപ്പോൾ ആ വയൽ പ്രദേശത്ത് എത്തിയപ്പോൾ ഒരു ഇടിമുഴക്കം പോലുള്ള സൗണ്ടും അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടത്തിന് ഒരു വൈബ്രേഷൻ പോലൊക്കെ കേട്ടു. അപ്പോൾ അവിടെ ഒരു കർഷകൻ അവിടെ വയലിൽ നിന്ന് പണിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ സന്ദർശകൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കർഷകനോട് ചോദിച്ചു, ഈ കേൾക്കുന്നതായ സൗണ്ട് ഈ ഇടിമുഴക്കം ഈ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കർഷകൻ പറഞ്ഞു, വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ആണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല, ആയിരിക്കാം. അപ്പൊ ചോദിച്ചു, അല്ല നിങ്ങൾ ഇതിന്റെ അടുത്ത് താമസിക്കുന്നല്ലേ, ലോക പ്രശസ്തമായ നൈഗര വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്താറായി, അപ്പൊ അതിന്റെ സൗണ്ട് ആണോ എന്ന് അറിയത്തില്ലയോ എന്ന് ചോദിച്ചു. പറഞ്ഞു, അതിപ്പോ ഞാൻ അറിഞ്ഞിട്ട് എനിക്ക് എന്താണ് ഗുണം? കാരണം എനിക്കിവിടെ എന്റെ വയലിൽ ജോലി എടുക്കണം, എനിക്ക് വയലിലുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ പോരെ, എനിക്ക് അവിടുത്തെ ഇടിമുഴക്കത്തിന്റെ സൗണ്ട് എന്തിന്റെയാന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെയാണ് ഓൾമോസ്റ്റ് നമ്മുടെ ലൈഫ്. അതായത് നമ്മൾ നമ്മുടേതായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ സറൗണ്ടിങ് ആയിട്ടുള്ള കാണുന്ന കാര്യങ്ങളിൽ മാത്രമേ നമ്മുടെ ഫോക്കസും നമ്മുടെ കോൺസെൻട്രേഷനും ഉള്ളൂ. എന്നാൽ ഇതിലും വലുതായ ഒന്ന് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് അവിടെ സെറ്റ് ചെയ്യണം എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അപ്പം നമുക്ക് ഫ്യൂച്ചർ അല്ലെങ്കിൽ നമുക്കൊരു അൺസർട്ടൺ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ചെയ്യുവാൻ നമ്മൾ അവിടെ ഹോപ്പ്ഫുൾ ആകണമെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു സെറ്റ് യുവർ മൈൻഡ് ഓൺ തിങ്സ് അബവ്. രണ്ടാമതായി, suffering is a time of self-analysis of your relationship with God. അതായത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എത്രമാത്രമാണെന്ന് സെൽഫ് അനലൈസ് ചെയ്യാനുള്ള ഒരു നിമിഷമാണ് നമ്മുടെ ഈ സഫറിങ് എന്ന് പറയുന്നത്. അത് എൻ്റെ ലൈഫിലാണേലും ഞാൻ പലപ്പോഴും അത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. സഫറിങ്ങിന്റെ ടൈമിലാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഗോഡുമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് ഞാൻ അനലൈസ് ചെയ്യുന്നത്. യൂഷ്വലി സന്തോഷം വരുമ്പോൾ നമ്മൾ എന്താ പറയാ, നമ്മൾ കൂടുതൽ ദൈവം അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള എൻ്റെ റിലേഷൻ എപ്രകാരമാണ് നമ്മൾ അനലൈസ് ചെയ്യാനൊന്നും ഇരിക്കാറില്ല. എന്നാൽ പെട്ടെന്ന് ഒരു അൺസർട്ടൺ മിനിറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ അൺസർട്ടൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ കൂടുതലും ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം ഇതില് ഒരു ചെറിയൊരു നർമ്മകഥ ഇപ്രകാരമുണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യൻ വളരെ ഉയർന്ന ഒരു കെട്ടിടത്തിൽ നിന്ന് പണിയെടുക്കുകയായിരുന്നു. അപ്പോൾ ഒരു 13ാമത്തെ നിലയിൽ നിന്ന് പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴെ ഒരു മനുഷ്യൻ ഇതുപോലെ നടന്നു പോകുന്നു. അപ്പോൾ ഈ മുകളിലിരിക്കുന്ന മനുഷ്യന് താഴെ ഉള്ള മനുഷ്യനെ വിളിച്ച് ഏതോ ഒരു സിമെന്റോ എന്തോ ഒരു സാധനം മേലോട്ട് കയറ്റി വിടണം. അപ്പോൾ ഈ താഴെയുള്ള മനുഷ്യന്റെ പേര് രാമു എന്നാണ്, ഫോർ ഇൻസ്റ്റൻസ്. അപ്പം ഈ മുകളിലുള്ള മനുഷ്യൻ രാമു എന്ന് പതുക്കെ വിളിച്ചു. അപ്പൊ ഈ രാമുവിന് കേട്ടില്ല. അപ്പൊ കുറച്ചുകൂടി ഉറക്കെ വിളിച്ചു, രാമു എന്ന് ഉറക്കെ വിളിച്ചപ്പോൾ ഈ രാമു കേൾക്കുന്നില്ല. അപ്പൊ ഈ മനുഷ്യൻ എന്ത് ചെയ്തു, ഒരു കല്ലെടുത്ത് രാമുവിന്റെ തലക്കിട്ട് ഒരു ഏറ് കൊടുത്തു. അപ്പൊ രാമു പെട്ടെന്ന് മുകളിലേക്ക് നോക്കി, അപ്പൊ പറഞ്ഞു എനിക്ക് അതൊന്ന് എടുത്തരുമോ? അപ്പം അങ്ങനെ എടുത്തു കൊടുത്തു. ഇതുപോലെ തന്നെയാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം. നമ്മുടെ ഈ ലോകത്തിലുള്ള ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളിൽ ഫോക്കസ് മാറി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന കല്ലുകളാണ് നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ സഫറിങ്സ്. ഇടയ്ക്കെങ്കിലും ഇങ്ങോട്ടൊന്ന് നോക്കണേ എന്നുള്ള ഒരു അലേർട്ടാണ് ദൈവം നമുക്ക് നമ്മുടെ ലൈഫിൽ തരുന്ന സഫറിങ്സ്. അപ്പോൾ എൻ്റെ പലപ്പോഴും ജീവിതത്തിൽ കഷ്ടതകൾ വന്നപ്പോഴും ഞാൻ പലപ്പോഴും ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, ദൈവമേ ഇത്രയും ഇങ്ങനൊരു ഇതിൽ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടും എന്തുകൊണ്ട് ഞങ്ങളുടെ ലൈഫിൽ മാത്രം അല്ലെങ്കിൽ ഇങ്ങനെ സഫറിങ്സ് ലൈഫിൽ തരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പലവട്ടവും ദൈവമായിട്ടുള്ള എൻ്റെ ബന്ധം ദൃഢമല്ല. പല കാര്യങ്ങൾ വേർഡ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അങ്ങോട്ട് ഫോക്കസ് പോകുമ്പോൾ ദൈവം ഫോക്കസ് തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുതരുന്ന ഓരോ കല്ലുകളാണ് ഈ സഫറിങ്സ്. അപ്പോൾ നമ്മുടെ ലൈഫിലും ഈ ഒരു കോവിഡിന്റെ സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അൺസർട്ടൺ മൊമെന്റ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം എറിയുന്ന ഓരോ കല്ലുകൾ അല്ലെങ്കിൽ ദൈവത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനും നമ്മുടെ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ അനലൈസ് ചെയ്യുവാനുള്ള ഒരു മൊമെന്റ് ആണ് ഈ പറഞ്ഞ ഓരോ ക്രൈസിസ് സിറ്റുവേഷൻ. ഇപ്പൊ ഞാനിപ്പോ 2 പോയിന്റ് പറഞ്ഞു. ഒന്ന്, സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ ദ തിങ്സ് അബവ്. 2, സഫറിങ് എ ടൈം ഓഫ് സെൽഫ് അനലൈസിങ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. മൂന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് how to be hopeful. We can be hopeful by understanding that delay is not denial. Understanding that delay is not denial. അപ്പോൾ ഈ സിറ്റുവേഷൻ വന്നപ്പോൾ പലരുടെയും ലൈഫിന്റെ ക്രൈസിസിൽ ഒത്തിരി ക്രൈസിസ് വന്നിട്ടുണ്ടാകും. ചിലപ്പം അൺഎംപ്ലോയ്മെന്റ് ആയിരിക്കാം,
അല്ലെങ്കിൽ ചിലപ്പോൾ പ്ലാൻ ചെയ്ത പോലെ പല കാര്യങ്ങളും നടന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിക്സ് സ്റ്റുഡൻസ് ആയിട്ട് ഇരിക്കുന്നവരുടെ അക്കാഡമിക്സ് മൊത്തത്തിൽ തകർന്നു കാണാം. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കരിക്കുലം മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ പല രീതിയിലുള്ള ഇതുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മുന്നോട്ടൊരു ഹോപ്പ് ഇല്ല. അപ്പൊ ഭയങ്കര ഡിലേ ആണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പല സമയങ്ങളിൽ നമുക്ക് ഒരു എന്താ പറയാ, ഒരു അൺഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്, അല്ലെങ്കിൽ എനിക്ക് മുമ്പോട്ടൊന്നും എനിക്കൊരു ഹോപ്പ്ഫുൾ ഫീലിംഗ് ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഡിലേ ഇസ് നോട്ട് ഡിനയൽ. അപ്പം ഇതിനെ നമുക്ക് റെഫർ ചെയ്യുവാൻ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, 2 Peter 3:9. അതില് ഇങ്ങനെയാണ് പറയുന്നത്, 2 Peter 3:9 ഇങ്ങനെ പറയുന്നു, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ദൈവം നമ്മളോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ, വെയിറ്റ്, ഐ ഹാവ് ഗോട്ട് സംതിങ് ബെറ്റർ ഫോർ യു. നീ ഇങ്ങനെ ധൃതി പിടിക്കാതെ, ഐ എം ഗോയിങ് ടു ഗീവ് യു സംതിങ് ബെറ്റർ, ബട്ട് ബി ഹോപ്പ്ഫുൾ ഫോർ ദ ഫ്യൂച്ചർ. I am the one who created you and I will be giving you the best. അപ്പം ഇതിന് ഒരു സ്റ്റോറി എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഒരു കുട്ടി ഭൂമിയിൽ ഇരുന്നപ്പോൾ ഒരു ന്യൂസ് ഭൂമിയിൽ വന്നു. അതായത് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ആപ്പിൾ മേടിക്കുവാൻ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. അപ്പോൾ എല്ലാ മനുഷ്യരും വെയിറ്റിംഗ് ആണ്. അതായത് ദൈവത്തിന്റെ ഗാർഡനിൽ നിന്ന് ഓരോ ആപ്പിൾ ഓരോ മനുഷ്യരുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ ഈ കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ദൈവം ഡയറക്റ്റ് ആയിട്ട് കയ്യിൽ എടുത്തു തരികയാണ് ആപ്പിൾ. അപ്പോൾ അങ്ങനെ ഈ കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സ്വർഗത്തിലേക്കുള്ള വഴിയിൽ കഷ്ടപ്പെട്ട് കയറി സ്വർഗത്തിലെത്തിയതിനു ശേഷം അവിടെ ചെന്നപ്പോൾ കണ്ടത് ഒരു വലിയ ക്യൂ ആണ്. അതായത് പ്രായഭേദമന്യേ വലിയ ക്യൂ, നമ്മൾ ചെല്ലുന്ന അനുസരിച്ചാണ് ക്യൂ നിൽക്കുന്നത്. അപ്പോൾ ആ ക്യൂവിന്റെ ഏറ്റവും പുറകിൽ നിന്ന് ഇങ്ങനെ ആ കുട്ടി പതുക്കെ മുമ്പിൽ ചെന്ന് ഒത്തിരി ടൈം വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് ആ കുട്ടി ഫ്രണ്ടിൽ വന്നത്. അപ്പോൾ ദൈവം ഒരു ആപ്പിൾ ആ കുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തു. ആ ആപ്പിൾ ആ കുട്ടിക്ക് താങ്ങാവുന്നതിലും വലുതായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ ആപ്പിൾ താഴെ പോയി. അത് പെട്ടെന്ന് അതങ്ങ് അപ്രത്യക്ഷമായി പോയി. അപ്പോൾ ആ കുട്ടിക്ക് വളരെയധികം നിരാശ തോന്നി. ഞാൻ ഇത്രയും ക്യൂ നിന്നിട്ടും എനിക്ക് ആ ആപ്പിൾ എൻ്റെ കയ്യിൽ പിടിക്കുവാൻ സാധിച്ചില്ലല്ലോ, അതെനിക്ക് ഭക്ഷിക്കുവാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള വിഷമമുണ്ടായി. അപ്പോൾ ദൈവത്തിന്റെ അടുത്ത് ഇന്ന് അസിസ്റ്റൻസ് പറഞ്ഞു, ഇനി ആപ്പിൾ വേണമെങ്കിൽ ഒന്നും കൂടെ പോയി ക്യൂവിൽ നിന്നാലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം നിന്ന ക്യൂവിനെക്കാട്ടിലും വളരെയധികം വലിയ ക്യൂ ആയിരുന്നു രണ്ടാമത്തെ ക്യൂ. പക്ഷെ എന്നാലും ആ കുട്ടി പുറകിൽ പോയി നിന്ന് പിന്നെയും ബാക്കിൽ നിന്ന് വന്ന് ഒത്തിരി വെയിറ്റ് ചെയ്തിട്ടാണ് അവസാനം ആ കുട്ടി വന്നത്. അപ്പോൾ ആ കുട്ടി വന്നപ്പോൾ ദൈവം ഒരു ചെറിയ ആപ്പിൾ ആ കുട്ടിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് ദൈവം ആ കുട്ടിയോട് പറഞ്ഞു, ആദ്യം വന്നപ്പോൾ നിന്റെ കയ്യിൽ ഞാൻ തന്നത് വലിയ ആപ്പിൾ ആയിരുന്നു, പക്ഷെ ഈ ഗാർഡന്റെ ഏറ്റവും എന്താ പറയുന്നേ ഒരു ക്വാളിറ്റി കുറഞ്ഞ ഒരു ആപ്പിൾ ആയിരുന്നു. അത് ഞാൻ തന്നെയാണ് അത് തട്ടി താഴെ ഇട്ടത്. അപ്പോൾ ആ കുട്ടി വെയിറ്റ് ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഗാർഡനിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആപ്പിൾ നിന്റെ കയ്യിൽ ഞാൻ തരുന്നത്. അപ്പോൾ ദൈവം പറഞ്ഞു, അത് നിനക്ക് നല്ലതല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്റെ കയ്യിൽ തട്ടി തെറിപ്പിച്ച് താഴെ ഇട്ടു. അപ്പോൾ നീ വെയിറ്റ് ചെയ്തു, യു ആർ റെഡി ടു വെയിറ്റ് ഫോർ ഇറ്റ്, അതുകൊണ്ട് ഞാൻ നിനക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ആപ്പിൾ തന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ നമ്മൾ പോകുമ്പോൾ, നമുക്ക് അൺസർട്ടൺ ആയിട്ടിരിക്കുന്ന സമയം, നമ്മളുടെ കാര്യങ്ങൾ പലതും ഡിലേ ആകാം. നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ലായിരിക്കാം. പക്ഷെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കാര്യം, delay is not denial. He's not denying you anything. He's just asking you to wait. He has got something best for you. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, set your mind on things above. രണ്ടാമത്, understanding that suffering is a time of self-analyzing your relationship with God. മൂന്നാമതായിട്ട്, understanding that delay is not denial. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്തായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതുപോലെയുള്ള അൺസർട്ടൺ നിമിഷങ്ങളിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 3 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. Megha, thank you very much for this wonderful message. This message is എന്താ പറയുന്നത്,
ഇറ്റ്സ് ടച്ച് ഓൾ ഓഫ് അവർ ഹാർട്ട്. 3 പോയിന്റുകളാണ് മേഘ ഈ ചെറിയ സമയത്തിനുള്ളിൽ പറയാൻ ശ്രമിച്ചത്. സെറ്റ് യുവർ മൈൻഡ് ഓൺ എബോവ്, അനലൈസിസ് ദ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് വെൻ ദ ട്രയൽസ് കം, ഹൗ ടു ബി ഹോപ്പ്ഫുൾ, ദാറ്റ് മീൻസ് ഡിലേ ഈസ് നോട്ട് ഡിനൈ. ഒന്ന് ആലോചിക്കുക, നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ ആ 2ാമത്തെ പോയിന്റ് ഒന്നുകൂടെ എംഫസൈസ് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ദൈവം നമുക്ക് തരുന്ന ചെറിയ കല്ലേറുകളാണ് നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, നഷ്ടങ്ങൾ. വൈ? ബിക്കോസ് യു നീഡ് ടു ടേൺ ടു ഗോഡ്. ദൈവത്തോട് തിരിയുന്നതിന് വേണ്ടി, ദൈവത്തിലേക്ക് വരുന്നതിന് വേണ്ടി ദൈവം നമുക്ക് തരുന്നതിനായി സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവെ, അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ നൽകിയ എല്ലാ കല്ലേറുകൾക്കായും നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. കാരണം ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം അത് ഇടയാക്കി തീർത്തു. മേഘമോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടുതൽ മേഘമോളിൽ നിന്ന് നമുക്ക് തുടർന്ന് വരുന്ന സമയങ്ങളിൽ നമുക്ക് കേൾക്കാം. ദൈവവചനത്താൽ ശക്തീകരിക്കട്ടെ. ദൈവവചനം നല്ല ഭംഗിയായി സംസാരിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 സിസ്റ്റേഴ്സിനെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മിനിയെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുടുംബമായി അനുഗ്രഹിക്കട്ടെ. ദൈവം എല്ലാ കാര്യങ്ങളിലും കൂടെ ഇരുന്ന് പരിപാലിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അതുല്യമായ സ്നേഹം കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണല്ലോ ശ്രീ OC അലക്സാണ്ടർ. ഈ OC അലക്സാണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ ശില്പയുടെ ഗ്രാൻഡ് ഫാദർ ആണ്. ഈ OC അലക്സാണ്ടർ എഴുതിയ ഒരു പാട്ടാണ് ജീവിത യാത്രക്കാര കാലടികൾ എങ്ങോട്ട്, നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിൽ എന്ത്. നമ്മുടെ ലക്ഷ്യം ജീവന്റെ മാർഗമായി മുന്നോട്ട് പോകുവാൻ പാട്ടുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും ജീവന്റെ ലക്ഷ്യം അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പ്രയർ, ക്ലോസിംഗ് പ്രയറോടുകൂടി അവസാനിക്കുകയാണ്. അതിനുശേഷം എല്ലാവർക്കും അവരവർക്കായി സംസാരിക്കാനുള്ള സമയമുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെ വടശ്ശേരിക്കരയിലെ സുജമാമയും കുടുംബവും നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. സന്തോഷം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ക്ലോസിംഗ് പ്രയറിനായി നമ്മുടെ ജോർജ് കുട്ടി ഉപ്പാപ്പനെ ക്ഷണിക്കുന്നു. ക്ലോസിംഗ് പ്രയറും ആശീർവാദവും ഉപ്പാപ്പൻ പറയും. അതിനുശേഷം നമുക്ക് ഓരോരുത്തരുമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻസ് നമുക്ക് നൽകാം. ഞാൻ ഓരോരുത്തരുടെയും പിൻ പോയിന്റ് ചെയ്യും. പിൻ പോയിന്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. ഇപ്പോൾ ക്ലോസിംഗ് പ്രയറിനായി ഉപ്പാപ്പനെ ക്ഷണിക്കുന്നു. എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യാമോ? യേസ് ഉപ്പാപ്പ, കേൾക്കാൻ കാണാം. മഹാകാരുണ്യവാൻ നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സന്ധ്യയുടെ യാമത്തിനായി സ്തോത്രം. കർത്താവേ, തലമുറകളായി ഞങ്ങളെ നീ ഇതുവരെ അനുഗ്രഹിച്ച് വഴി നടത്തിയ കൃപകൾക്കായി സ്തോത്രം. നീ ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. ചെങ്കടൽ മധ്യേ കൂടി കടത്തിയതിനായി സ്തോത്രം. മരുഭൂമിയിൽ കൂടിയിരുന്നതിനായി സ്തോത്രം. പാറയെ പിളർന്ന് വെള്ളം തന്നതിനായി സ്തോത്രം. മാറായെ മധുരമാക്കിയതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് കനാൻ ദേശം അവകാശമായി തരുമെന്ന് പറഞ്ഞ കർത്താവെ, ഞങ്ങൾ അതിനുവേണ്ടി കാക്ഷിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ മുൻപോട്ട് പോകാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ പ്രയാസങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, മരുഭൂമിയുടെ അനുഭവങ്ങളാ കർത്താവെ. എങ്കിലും കർത്താവെ, നിന്നിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നിന്റെ വാഗ്ദത്ത ദേശത്ത് കർത്താവെ ഞങ്ങളെ ആക്കുമെന്നും കർത്താവെ നിന്നോടുകൂടി നിത്യവാസം തരുമെന്നുള്ള ബോധത്തോടുകൂടി ആ വിശ്വാസത്തോട് മുൻപോട്ട് പോകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലവണങ്ങിയിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും, കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ഓർക്കുന്ന കർത്താവേ, നിന്റെ ധാരാളമായ കൃപയിൽ അവരെയൊക്കെയും പരിപാലിക്കണമേ, നടത്തണമേ. ഭാവിയിലൊക്കെയും അനുഗ്രഹമായി തീരുവാൻ ദൈവമേ നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ നന്മകളാലും കൃപകളാലും പാലിക്കണമേ. അവരവർ ജോലി ചെയ്യുന്ന സ്ഥാനങ്ങളിലും ജീവിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെയും കർത്താവേ നിന്റെ സാക്ഷികളായിരിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകളാലും ഞങ്ങളെ നടത്തണമേ. ഇങ്ങനെ ഒരു കൂട്ടായ്മ നീ ഞങ്ങൾക്ക് അനുഭവിച്ചതെന്ന് നിന്റെ ദൈഹിതമാകുന്നുവല്ലോ കർത്താവെ, കൃപയിൽ സൂക്ഷിക്കണമേ. വചനം പങ്കിട്ട പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവളുടെ എല്ലാ എഫർട്ടുകളിലും കർത്താവെ നിന്റെ കൃപയിൽ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നാൽ അനുഗ്രഹിക്കട്ടെ ഭാവി ഉണ്ടാകുവാൻ തക്കവണ്ണം നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലും ക്ഷീണത്തിനും രോഗത്തിലും ഇരിക്കുന്നവരെയൊക്കെ ഓർക്കുന്ന കർത്താവെ, ഓരോരുത്തരുടെ മേലും നിന്റെ കൃപയിരിക്കണമേ, അനുഗ്രഹം ഇരിക്കണമേ. കർത്താവെ, നിന്നിൽ നിന്നുള്ള സമ്മാനങ്ങൾ കർത്താവെ അനുഗ്രഹമായി വാങ്ങി ഉപയോഗിക്കുവാൻ ഓരോരുത്തർക്കും ഇടയാക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശപ്പെടുവാനല്ല, പ്രത്യാശയോടുകൂടി മുൻപോട്ട് പോകാൻ ഇടയാക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വായിലെ വാക്കിലും ഹൃദയത്തിലെ വിചാരങ്ങളും
നിനക്ക് ഹിതകരമായിരിക്കാൻ ഇടയാക്കണമേ. കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഈ രാത്രി ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. കർത്താവെ, USA-യിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരുടെ ഇന്നത്തെ ജീവിതവും അവരുടെ എല്ലാ കാര്യങ്ങളിൽ മേലും നിന്റെ കൃപയും സാന്നിധ്യം ഇരിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങളെ പരിപാലിക്കണമേ. എല്ലാം യേശു മശിഹാ മൂലം തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം ഓരോരുത്തരും കൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ നമ്മുടെ ഈ അനുഗ്രഹീതമായ മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മൾ കുടുംബാംഗങ്ങളാണല്ലോ. ഇത് നമ്മൾ ഒരുമിച്ചുള്ള ഈ കാണലും കൂടിവരവും പ്രാർത്ഥനയും ഈ ഒരു ഫോർമാറ്റിൽ തന്നെ നമ്മൾ ഇനിയും തുടരും. എല്ലാ മാസവും ആദ്യത്തെ സാറ്റർഡേയോ അല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേയോ ആയിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും സംബന്ധിക്കണം. ഇന്ന് നമുക്ക് നമ്മുടെ കുറച്ച് ആളുകൾക്ക് സംബന്ധിക്കുവാൻ സാധിച്ചില്ല. അത് നമ്മുടെ ജീച്ചാന് തന്റെ മകളുടെ അഡ്മിഷന് വേണ്ടി മൈസൂർ വരെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി വീട്ടിലെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ജീച്ചാന് വരാൻ സാധിക്കാഞ്ഞത്. ജിപ്സിക്ക് ആണെങ്കിൽ ഒരു അർജന്റായിട്ട് അവരുടെ ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോകേണ്ടി വന്നു. അതുകൊണ്ട് ജിപ്സിക്ക് പോകുവാൻ സാധിച്ചിട്ടില്ല. മനോജ് പ്ലീസ്. ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുണ്ട്. ഞാൻ മേഘയുടെ പ്രസംഗം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഐ എം റിയലി ടച്ച്ഡ് by what she spoke. God has actually blessed you, Mole, with the power of God's word to speak at this young age. ഞങ്ങൾ ആ മെസ്സേജിൽ ഇട്ട പോലെ beyond your ears the wisdom is actually from heaven. നീ സംസാരിച്ചത് ചുമ്മാതെ പ്രിപ്പയർ ചെയ്തുള്ള ഒരു തിയോളജി അല്ല. You spoke from your life. We are really touched and very blessed to have you as our little child. We are all very proud of you. ഞാൻ നീ പ്രസംഗിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് നിന്നെ കേൾക്കുന്നത്. ഇത് എനിക്ക് ഇത് പറയാൻ, ഞാൻ ഇത് ഇന്റർവ്യൂ ചെയ്യാൻ കാരണം എബി എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. ഞാനൊരു കേസിന്റെ നടുക്ക് നിൽക്കുമ്പോഴാണ് അവർ എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു, എൻ്റെ എബി, ഞാനൊരു ഫ്രെയിം ഓഫ് മൈൻഡിലല്ല പ്രസംഗിക്കാൻ, നീ വേറെ ആരോടെങ്കിലും പറയാൻ. അത് ആക്ച്വലി ദൈവാത്മാവ് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ചില പ്രസംഗങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. സോ ഇറ്റ് ഈസ് ആക്ച്വലി മൈ ഡിനയൽ that actually gave you an opportunity. I am very glad that God made me to deny this opportunity and I could hear you more today. I am very fortunate. We are all very happy. Our mummy udiriponda. She is also listening to you. We are all very happy. എനിക്ക് പറയാനുള്ളത്, എബി, ഈ നമ്മളെല്ലാം പ്രസംഗിച്ച് വേദികളെല്ലാം ഇങ്ങനെ കീഴടക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു റോസ്റ്റർ ഉണ്ടാക്കും. You make in the mega prasangichu. Tomorrow maybe our Sachin can speak. Sachin is a speaker. Pinne nammade Christina can speak. And Sibi also. Bithya can speak. Nammade pillar ella undu. Idu last vannitte ee kochu payanum prasangikkan ready aanu paranju. Ivan last il ivan prasangikkum. Okay. ഒരു റോസ്റ്റർ ഉണ്ടാക്കുക. സോ വിൽ ഓൾ ലുക്ക് ഫോർവേഡ് ടു ഹിയർ അവർ ചിൽഡ്രൻ. സോ ഇറ്റ് വിൽ ബി വെരി നൈസ്. നമ്മുടെ പിള്ളേർക്ക് സംസാരിക്കുന്ന ഒരു അവസരം നമ്മുടെ ഈ ബന്ധുക്കളുടെ ഇടയിലല്ലേ. എന്ത് വന്നാലും നമ്മൾ സഹിച്ചു. എന്ത് വന്നാലും നമുക്ക് നമ്മുടെ തന്നെ അപ്പന്മാരുടെ അങ്കിൾസിന്റെ ആൻസിന്റെ ഇടയ്ക്കാണ്. സോ നത്തിങ് ടു വറി. മേ ബി ദ ഫസ്റ്റ് ടൈം. ലെറ്റ്സ് ഡു ഇറ്റ്. ആൻഡ് ദാറ്റ് വുഡ് ബി ആക്ച്വലി വിൽ ഓൾ ആസ് പേരൻസ്, ആസ് അങ്കിൾസ് ആൻഡ് ആന്റ്സ്, വി ആർ വെരി ഹാപ്പി, ഓവർജോയ്ഡ് ടു ഹിയർ യു ലൈക്ക് ദിസ്. അപ്പൊ നമ്മുടെ ജോവാഷിനെ പ്രസംഗിക്കാം. നമ്മുടെ പിള്ളേർക്കെല്ലാം, വിൻസിയുടെ മക്കള് അവിടെ ഉണ്ട്. എനിബഡി ക്യാൻ കോൺട്രിബ്യൂട്ട്. അതൊരു റോസ്റ്റർ ഉണ്ടാക്കുക. നമുക്ക് 12 months ഫിൽ ആവും. ഒരു 40 minutes ഒരു സൂം എടുത്താൽ മതി. അപ്പൊ നമുക്ക് അടുത്ത ഇത് തീർന്നാലും നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നു. That would be a very good thing. Megha has inaugurated it. Well done, Mola. God bless you. Thank you, മനോജ്. ഞാൻ ഓർക്കുന്നു മനോജിനെ 2-3 നമ്പേഴ്സിൽ വിളിച്ചു. അവസാനം ഒരു നമ്പറിൽ കിട്ടിയപ്പോൾ മനോജ് ഭയങ്കര തിരക്കായിരുന്നു. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ പിന്നെ എന്റെ മനസ്സിൽ മേഘയാണ് വന്നത്. ഞാൻ ഉടനെ മേഘയെ വിളിച്ചു. മേഘയെ വിളിക്കുമ്പോൾ മേഘ വടശ്ശേരിക്കരയിലാണ്. ഞാനപ്പോ ഓർത്തു, വടശ്ശേരിക്കരയിലാണെങ്കിൽ ചിലപ്പോൾ നെറ്റ്വർക്കിന്റെ ഒക്കെ പ്രോബ്ലംസ് ഉണ്ടാകും. പക്ഷെ ഒരു പ്രോബ്ലവും ഇല്ലാതെ വളരെ ക്ലാരിറ്റിയോടും ക്ലിയറോടും കൂടെ യാതൊരു ലാഗും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് മേഘയ്ക്ക് സംസാരിക്കാൻ സാധിച്ചു. മേഘയുടെ പ്രസംഗം ഞാൻ ആദ്യമായിട്ടല്ല കേൾക്കുന്നത്. നമ്മുടെ കുടുംബ യോഗത്തിനും മേഘ അല്പസമയം ഒന്ന് സംസാരിച്ചിരുന്നു. ഒരു വിറ്റ്നസ് പോലെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. തന്നെയുമല്ല,
ഫേസ്ബുക്കിലും മറ്റുമൊക്കെ മേഘയുടെ പ്രസംഗങ്ങളൊക്കെ അവരുടെ പള്ളികളിലൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ദൈവം മേഘയെ അനുഗ്രഹിച്ച് നമ്മുടെ ഇടയിൽ നൽകി. തീർച്ചയായിട്ടും നമ്മുടെ ഈ കുടുംബ യോഗത്തിൽ ഈ മീറ്റിംഗില് എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നത്. അവർക്ക് തന്നെ ആയിരിക്കും. കാരണം അവരെ വളർത്തിക്കൊണ്ട് വരേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവർക്ക് പ്രോത്സാഹനം കൊടുക്കുകയും സ്റ്റേജ് കൊടുക്കുകയും ചെയ്യേണ്ടുന്ന വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. പ്രാർത്ഥന മാത്രം നമ്മുടെ സീനിയേഴ്സിനും, എന്നാൽ ഇനി വരുന്ന സമയത്ത് അതുപോലെ തന്നെ പ്രാർത്ഥനയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കത്തക്ക രീതിയിൽ സീനിയേഴ്സിന്റെ അനുവാദത്തോടുകൂടി നമ്മളത് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കൂടെ ഇപ്പോൾ ശോഭ ആൻറ്റി ഉണ്ടെന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. വെൽക്കം ടു അവർ കാതേഡ് ഫാമിലി ആൻഡ് ദ അസോസിയേറ്റ് ഫാമിലി. വെൽക്കം യു. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പ്രാവശ്യമാണ് ശോഭ ആൻറ്റിയെ നേരിൽ കണ്ടിട്ടുള്ളത്. അവരോടൊപ്പം കുറച്ച് നാള് ഡൽഹിയിൽ താമസിക്കുവാൻ ഇടയായത് ഞാനിപ്പോൾ ഓർക്കുന്നു. നല്ല ഒരു ദൈവിക ചിന്തയും പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന ഒരു ഫാമിലി. ദൈവം പ്രയാസങ്ങളുടെ മധ്യത്തിലും ഒക്കെ അതിൽ നിന്നൊക്കെ വിടുവിച്ചു ശക്തിയോടെ നടക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കൂടെ സംബന്ധിച്ചതിലുള്ള എല്ലാ സ്നേഹാദരവും ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. ഇപ്പോഴേ ഓരോരുത്തർക്കും സംസാരിക്കാണ്. ഞാന് ആദ്യം നമ്മുടെ പൂനെയിലെ ഉപ്പാപ്പനിൽ നിന്ന് തുടങ്ങുകയാണ്. ഉപ്പാപ്പൻ പ്ലീസ്. ഇതിനകത്ത് ഇപ്പോഴാ സുജ വന്നെന്ന് തോന്നുന്നല്ലോ. അതെ അതെ, ബാബുജിയും സുജയും ഇച്ചിരി ലേറ്റ് ആയെന്ന് തോന്നുന്നു. അവരുടെ വർക്കൊക്കെ കഴിഞ്ഞ് വരാൻ ടൈം എടുത്ത് കാണും. ഹായ് സുജ. ബാബുജി ആൻഡ് സുജ എന്താ ഇത് പറയുന്നു? അൺമ്യൂട്ട് ചെയ്യേ. ഞങ്ങൾ ഇച്ചിരി താമസിച്ചു കഴിച്ചാ. കുഞ്ഞുങ്ങളെ വന്നേ ഉള്ളൂ. അവര് വഴിയില്ലായിരുന്നു. അവര് ക്രിസ്റ്റിനെയും അബിനും എല്ലാരും വന്നതേ ഉള്ളൂ. അവര് ഉള്ളല്ലേ? വഴിക്ക് കേട്ടോണ്ട് വരുമായിരുന്നു. Hi Sachin. So you are going to be the next speaker for the next prayer. Okay, God willing. Sachin, Sachin. I'm good. How are you all? Nice to see you all. Nice to see you all. Hi, Pimri Appacha. Hello, everyone. How are you? So busy, eh? We just came home. We had to freshen up before coming. Hi, Binu. നമ്മുടെ ബിനുവും വിൻസിയുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാനുള്ള What's the time there? Binu, what's the time there? 8:40. 4 o'clock. 8:40 in the morning. 8:40. You are sitting as if you got up at 3 o'clock. Yeah, what is this? Ryan Jason ഉണർന്നില്ല. Vinci is making me work in the morning. അടുത്ത നമ്മുടെ പ്രയറിന് തലേ ദിവസം കുറച്ച് നേരത്തെ നിങ്ങൾ ഉറങ്ങുക. കുഞ്ഞുങ്ങളെയും നേരത്തെ ഉറക്കുക. നമ്മുടെ പ്രയറിന്റെ സമയം ആകുമ്പോഴത്തേനും ഉണരാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. കുഞ്ഞുങ്ങളെയും കാണാനുള്ള ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും. ഈ ഒരു ഫാമിലിയെ എനിക്കൊന്ന് പരിചയപ്പെടുത്തുന്ന കൊള്ളാം. ഞാനത് സ്പോട്ട്ലൈറ്റ് ചെയ്യുവാണ്. നമ്മുടെ ടൈമി മാമൻ. ഓക്കെ, ടീമി മാമൻ പ്ലീസ്. ഞാൻ ഷിബു ആണ്, എന്റെ മോനാണ് ടീമി. ഓക്കെ, ഞാന് മുമ്പേ ജയൻ എന്ന് പറഞ്ഞില്ലേ? ജയൻ അതെ, സൗദി അല്ല, ഇവിടെ അബുദാബിയിലുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ അബുദാബിയിലാണ്. എന്റെ സഹോദരങ്ങള് 4 പേരും ഞങ്ങൾ ഒരുമിച്ച് ഇപ്പൊ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ക്രിസ്റ്റിച്ചാൻ അറിയാമല്ലോ? അറിയാം. ക്രിസ്റ്റിച്ചാന്റെ ബ്രദറാണ് ഞാന്. എന്റെ പപ്പ ഉണ്ടോ അവിടെ? പപ്പ ഒന്ന് പൂന്തൂരത്തിലെ അപ്പച്ചനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ. എങ്ങനെയാ എന്റെ റിലേഷൻ എല്ലാവർക്കും ഒന്ന് മനസ്സിലാവട്ടെ. പപ്പ ആയുധേർ പൂവന്തുരുത്തോ? ഞാനിപ്പോ ആദ്യമായിട്ട് കേൾക്കുക ഈ പൂവന്തുരുത്ത് റിലേഷൻ. അതെ, അച്ഛന് ഓർക്കാത്തതാണ്. പൂവന്തുരത്തില്
ഒരു കുഞ്ഞച്ഛനുണ്ടായിരുന്ന അറിയാമോ? കോട്ടയം. എങ്കിൽ മത്തായി ഉപ്പാപ്പന്റെ മകൻ കുഞ്ഞച്ചനച്ഛൻ തന്നെ എന്റെ മകനാണ് ഞാന്. അത് പൂവന്തൂരത്ത് കുഞ്ഞച്ചനച്ഛന്റെ മകനാണ് ഞാന്. അതെ, അതെനിക്കറിയാം. ഞങ്ങളിവിടെ ക്രിസ്റ്റി 40 വർഷത്തോളമായി ഞങ്ങളിവിടെ താമസിക്കുന്നു. എവിടെ? ബോംബെയിൽ എവിടെയാ നിങ്ങള്? ബോംബെയിലല്ല, കോട്ടയത്തെ പൂവന്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. അച്ഛാ, അവിടെയാണ് നിങ്ങളല്ലേ? ഇപ്പൊ ബോംബെയിൽ ആരാ ഉള്ളത്? ബോംബെയിൽ എന്റെ പെങ്ങളുണ്ട്, ഇളയ പെങ്ങള് നിർമ്മല. നിർമ്മലയോട് ഞാൻ ഒരു ദിവസം സംസാരിച്ചായിരുന്നു. അപ്പൊ പൂനെയിൽ അവരുടെ ഒരു റിലേറ്റീവ് ഉണ്ട്. അത് ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ ആങ്ങളുടെ മകള്. വല്യമ്മച്ചിയുടെ അതായത് അത് വേറെ, അതെനിക്കറിയാം. മല്ലപ്പള്ളിക്കാര് പാർട്ടി. അത് തന്നെ. അവരുടെ സെൻട്രൽ സ്കൂളിലെ ടീച്ചറായിരുന്നു അവര്. അവരെ അറിയാം, എനിക്കറിയാം. പിന്നെ അല്ലാതെ നിർമ്മല വേറൊരു റിലേഷൻ ഓരോ വീട്ടിൽ ഇവിടെ വരുമായിരുന്നു. എന്നോട് ആ പുള്ളി പറയുകയും ചെയ്തു. അതെ, നിർമ്മലയുടെ ഹസ്ബൻഡിന്റെ ഒരു അപ്പാപ്പനുണ്ട് അവിടെ. ശരിയാ, പുനേലെ പാപ്പൻ. ഈ അച്ഛനോടുള്ള റിലേഷൻ എങ്ങനെയാ നമ്മുടെ പിള്ളേരെ പറഞ്ഞു മനസ്സിലാക്കി? അതായത് ഈ പൂവന്തൂരത്ത് അച്ഛൻ എന്ന് പറയുന്ന ആള് എന്റെ ഫാദറിന്റെ, അതായത് എന്റെ ഫാദറിന്റെ നേരെ ഇളയ അനിയൻ മത്തായി ഉപ്പാപ്പൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു കുടുംബത്തിലെ നമ്മുടെ ഇന്നത്തെ സ്ഥിതി പറഞ്ഞ നമ്മുടെ മനോജിന്റെ സ്ഥാനം വഹിക്കുന്ന ഒരാള്. ഏത് കാര്യത്തിനും എല്ലാവർക്കും സമ്മതനും. ഞങ്ങളുടെ അപ്പച്ചൻ ജ്യേഷ്ഠനായിട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല ഇവരെ ഒന്നും. അപ്പച്ചനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പച്ചനെയും ചെറിയച്ഛനും ഉപ്പാപ്പനെയും ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ പറയുമായിരുന്നു, ഈ മത്തായി ഉപ്പാപ്പൻ പറയാതെ അപ്പച്ചനൊന്നും പറഞ്ഞെങ്കിലേ എന്തെങ്കിലും ഒന്ന് കേൾക്കത്തുള്ളൂ. അല്ലെ വേറെ ആര് പറഞ്ഞാലും അപ്പച്ചനൊന്നും എടുക്കത്തില്ല. മത്തായി ഉപ്പാപ്പനെ അത്രയ്ക്ക് ആദരവും ബഹുമാനവും എല്ലാം. ഉപ്പാപ്പന്റെ ഇടപാടും അതുപോലെ ആയിരുന്നു. മുണ്ടക്കയം ജോൺ ഉപദേശിയും ഉപ്പാപ്പനും ഒക്കെ ഒന്നിച്ച് വർക്ക് ചെയ്തവരാണ്. ആ കെയർ ഓഫിലാണ് മുണ്ടക്കയം ജോൺ ഉപദേശി ഞങ്ങളുടെ വീട്ടിൽ അഞ്ചൽ വരികയൊക്കെ ചെയ്തു. അപ്പച്ചനുമായിട്ടും അടുപ്പം ഉണ്ടായിരുന്നു. ആ മത്തായി ഉപ്പാപ്പന്റെ മകൻ കുഞ്ഞച്ചനച്ചാൻ ഒറ്റപുത്രനായിരുന്നു. അച്ഛന് സിസ്റ്റേഴ്സ് ഇല്ലായിരുന്നു, മറ്റു ബ്രദേഴ്സും ഇല്ലായിരുന്നു. ഉപ്പാപ്പനൊക്കെ ചെറുപ്രായത്തിൽ എനിക്ക് 40 ആവുന്നതിന് മുമ്പേ അവരൊക്കെ മരിച്ചുപോയി. അപ്പൊ അവര് മരിച്ചു കഴിഞ്ഞ് പിന്നെ ഈ അച്ഛൻ എന്റെ മക്കളായിട്ടാണ് ഇവരെല്ലാം. ക്രിസ്റ്റി മുതല് താഴോട്ട് പ്രസന്ന, ക്രിസ്റ്റി, 8 പേരാണ്. ഒരാള് മരിച്ചുപോയി, എന്റെ മൂത്ത ഒരാള് മരിച്ചുപോയി. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എന്റെ മകൻ സിബി, ഭാര്യ പുഷ്പ, അവരുടെ മൂത്ത മകൻ ജോവാഷ്, അതിനിളയവൻ ജെറോം. ഇവര് ന്യൂജേഴ്സിയിലാണ്, US-ല്. ജോവാഷ് ഇപ്പോൾ 8th-ലാണ്. ജെറോം ഇപ്പോൾ ജൂനിയർ KG-യിൽ ജോയിൻ ചെയ്തു. പുഷ്പ പീഡിയാട്രീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. Let them speak. Yeah. Okay. You introduce yourself. എന്റെ വൈഫ് നാൻസി. എന്റെ ഇളയ മകനാണ്. മൂത്ത ഒരാള് അബുദാബിയിലുണ്ട്. അങ്ങനെ ഇരിക്കുന്നു. Come on, Sibi. You introduce yourself. Hi, this is Sibi. Sibi, why are you muted? You speak out, man. You mute किधर है क्या? Mute नहीं है. Can you hear me? Yeah, we can hear now. Okay. So, yeah, I'm here in New Jersey. I work in New York. And this is Pushpa, my wife. That is Joash. And this is Jerome, my little one. Yeah. So, yeah, I work here as a therapist. And Pushpa is a nurse practitioner in pediatrics.
ഇനി ഇതാരാ അൺമ്യൂട്ട് ചെയ്യും? പ്രകാശ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ അൺമ്യൂട്ട് ചെയ്ത്? ഞാൻ പ്രകാശ് ആണ്. ഞാൻ ഈ കൽക്കട്ടയിലാണ്. ഞാൻ ഈ ഷിബു പറഞ്ഞ ഷിബുവിന്റെ കൽക്കട്ടയിൽ ഞാൻ ഒരു 30-35 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു. എന്റെ ഫാമിലി ഇവിടെ ഉണ്ട്. എന്റെ വൈഫ്, 2 പിള്ളേര്, 2 പേരും ജോലി ചെയ്യുന്നു. വൈഫ് ജോലി ചെയ്യുന്നു. ഞങ്ങൾ 4 പേരും ജോലി ചെയ്യുന്നു. പിള്ളേർ കല്യാണമൊക്കെ കഴിക്കാൻ പ്രായമായി. ഇതുവരെ കല്യാണമൊന്നും ആലോചിച്ചിട്ടില്ല. അങ്ങനെ പോകുന്നു. മൂത്ത ആള് ക്രിസ്റ്റിച്ചാൻ ഇപ്പം ഇതിനകത്തുണ്ട്, മീറ്റിങ്ങിലുണ്ട്. ഇളയ അനിയനുണ്ട്, ജയൻ. അവന് അബുദാബിയിലായിരിക്കുന്നു. അതേ ഉള്ളൂ. എല്ലാരെയും കാണാനൊക്കെ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഫാമിലി മെമ്പേഴ്സ് ഉണ്ടോ പ്രകാശ്? അവിടെ ഫാമിലി ഉണ്ട്. അവർ 2 പിള്ളേർ 2 പേരും വർക്കിലാണ്. അവരുടെ ഇതുവരെ തീർന്നിട്ടില്ല. വൈഫ് ഇപ്പം ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. എവിടെ? കൽക്കട്ടയിൽ എവിടെ താമസിക്കുന്നത്? കൽക്കട്ട പ്രോപ്പർ തന്നെയാണ്. ബിഹാര എന്ന് പറയും. അവിടെ ഇപ്പം 33 years ആയിട്ട് ഇവിടെ. ഞാനും ഒരു സ്റ്റീൽ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. മിനി ഉണ്ടോ അവിടെ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചേ. സൗണ്ട് കേൾക്കുന്നില്ല. മൈക്ക് അടുപ്പിച്ചു പിടി. We can't hear you. മൈക്ക് എടുത്ത് പിടിക്കുക. You are connected to the mic and you are not speaking into the mic. Otherwise, disconnect the mic. She's not holding. I mean, Yeah. Because they put the wire, no? Yeah. Now speak. Hello. Yes, I can hear you. Yes. Okay, എന്റെ പേര് മേഘ. ഇതെന്റെ മമ്മി, ഇതെന്റെ സിസ്റ്റർ. ഇതെല്ലാം ചേട്ടത്തി അനിയത്തിയും പോലെ ഇരിക്കുന്നല്ലോ. അത് മമ്മിയാണോ? അത് ഇതാണ് മമ്മി. ഇതാണ് മൂത്ത മകൾ. ഇത് 2ാമത്തെ, ഇത് 3ാമത്തെ. നമ്മുടെ കൈ എങ്ങനെയുണ്ട്? കൈ how is your hand? കൈ almost okay. ഇപ്പൊ കൈയൊക്കെ പൊക്കാൻ സർജറി വേണ്ട. സർജറി പോയില്ലല്ലേ? കൈകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞാൽ മതി, ശരിയാവും. അതുകൊണ്ട് കോവിഡ് കാരണം പോയില്ലല്ലേ? അതെ, കോവിഡ് കാരണം പോകാൻ പറ്റിയില്ല. അത് മോസ്റ്റ്ലി നെക്സ്റ്റ് ഇയർ ചെയ്യുമായിരിക്കണം സർജറി. മേബിൾ. ഇത് മേബിൾ. മേബിൾ ഏത് ക്ലാസ്സിലെ? മേബിൾ ഏത് ക്ലാസ്? ഞാൻ 6th-ലാണ്. 6th-ലാണോ? ഓക്കേ, വെരി ഗുഡ്. സുജമാമ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. എന്തുണ്ട്? ബാബുച്ചാൻ എന്തിയെ? ബാബുച്ചാനെ ജോലിയിട്ട് പോയി. ആണോ? ഓക്കെ. മോളും മോനും പറയുന്നു. മോള് വേണ്ട എല്ലായിടത്തും. How is your health now? കുഴപ്പമൊന്നുമില്ലോ? ഓടാൻ പറ്റുമോ ഇപ്പം? നല്ലതായിട്ട് ഓടാൻ, ചാടാൻ. വെരി ഗുഡ്. ഓടിച്ചാല് വെരി ഗുഡ്. ജസ്റ്റിന് ഇവിടെ വന്നില്ലേ? അവൻ പഠിക്കുക. ബാബുച്ചാൻ ഇപ്പം ലൈറ്റ് അവിടെ കുറവല്ല. സാഞ്ച വെട്ടം കുറവാണോ അവിടെ? ലൈറ്റ് കുറവാണല്ലോ. ആരുടെയും മുഖം കാണുന്നില്ല. അങ്ങോട്ട് തിരിഞ്ഞല്ലെങ്കിൽ. ഓക്കെ. പരിചയപ്പെടുത്തിക്കേ. ഇത് എന്റെ അമ്മ മോളി.
എന്റെ മൂത്ത സഹോദരൻ സാംചാനും കുടുംബവും. സാംചാ മനസ്സിലായില്ലയോ? സാംചാ അഡ്മിറ്റ് ചെയ്യടാ. സംസാരിക്ക് കേൾക്കുന്നില്ല. ഇത് സോളി മൂത്തമകൻ ജബിനുമാണ്. ഹലോ ജബിൻ. രാജു വന്നില്ലേ മോളെ? ജോഷ് എബി നെക്സ്റ്റ് മീറ്റിംഗില് പാട്ട് രാജുവിനും കുടുംബത്തിനും ആയിരിക്കണം കേട്ടോ. രാജുവിന്റെ പാട്ട് ഒത്തിരി നല്ലതാ. തീർച്ചയായിട്ടും. രാജുവിടെ എന്നാണ്ട് വിശേഷം? ക്ഷമല്ലേ? കേൾക്കുന്നില്ല. അവർ അഡ്മിറ്റ് ചെയ്തിട്ട് ഇല്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നു. എല്ലാരെയും കണ്ടതിൽ വളരെ സന്തോഷം. മെസ്സേജ് ഒക്കെ കേട്ടു, സന്തോഷം. ഇത് നമ്മുടെ വാഗത്താനത്തെ ഗ്രേസിമാമയുടെ മകൾ മിനിയും കുടുംബമായിട്ട് അവർ ബോംബെയിലാണ്. ഹെയർ കട്ട് മാറ്റിയപ്പം സ്റ്റൈല് മാറ്റിയപ്പം ഇപ്പം ഈ കോവിഡ് ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നോണ്ട് കുറച്ച് ഭക്ഷണം കഴിച്ചു. അതുകൊണ്ട് ചെറിയൊരു തടി വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. അവളല്ലേ എപ്പോഴും വീട്ടിൽ തന്നെയാ. പള്ളി പോക്ക് പറഞ്ഞത് കൊണ്ടാ. പള്ളി പോകാത്തോണ്ടാ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്രിസ്ത്യൻ. നമുക്ക് കൂടുതൽ അറിയാവുന്നത് ക്രിസ്ത്യൻ ആണ്. ക്രിസ്ത്യൻ ത്രൂ ആണ് നമ്മൾ എല്ലാവരെയും ആ ഒരു എൻ്റയർ ഫാമിലിയെ നമുക്ക് അറിയുവാൻ സാധിച്ചിട്ടുള്ളത്. ക്രിസ്ത്യൻ പിണറായി വിജയന്റെ നെയ്ബറാ. ശരിയാ. ഹലോ ക്രിസ്റ്റിച്ച. ഹലോ. എല്ലാവരും അവരവരുടെ ഓഡിയോ കേൾക്കുന്നില്ല. ഹലോ ക്രിസ്റ്റിച്ച. ഹലോ കേട്ടൂടായോ? ഇപ്പം കേൾക്കാം. പിന്നെ നിങ്ങൾ സഹോദരന്മാരെല്ലാരും കൂടെ ഒന്നിച്ചു വന്നത് വളരെ സന്തോഷം. അതെ, ഞാന് കഴിഞ്ഞ പ്രാവശ്യം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പൊ ഞാൻ വൈകാനിയനെ കോട്ടയത്ത് ഷിബു വിളിച്ചു പറഞ്ഞു. ഷിബു ബാക്കിയുള്ളവരെ എല്ലാം അറിയിച്ചു. അങ്ങനെ ഞങ്ങൾ ചേർന്നു. ഹലോ. ഓക്കെ, എല്ലാരും ഇങ്ങനെ കാണാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഞാനിപ്പോൾ അബുദാബിയിലാണ്. ഏത് വർഷം കല്യാണം കഴിച്ചേ? കല്യാണത്തിന് വന്ന മനോജ് വന്ന ഞാൻ ഓർക്കുന്നുണ്ട്. I have attended your wedding. Yes. Yes. Okay. പിന്നെ എല്ലാരെയും കണ്ടതിൽ സന്തോഷമുണ്ട്. അബുദാബിയിലായിരിക്കുന്നു. ഓക്കെ. ഇത് നമ്മുടെ ചന്ദനക്കാവിലെ അമ്മച്ചിയും സെലിമാമയും കുടുംബമാണ്. ബാബുച്ചാനൊക്കെ പരിചയമുണ്ടോ? ജയനിച്ചാൻ ബാബുച്ചാനുമായിട്ടൊക്കെ ഇൻ ടച്ച് ആണോ അവര് ദുബൈയിലുള്ളവരായിട്ട്? അപ്പൊ അതെ, എന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരു 2 കൊല്ലത്തിന് മേലിൽ നാട്ടിലായിരുന്നു. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് ആ നമ്പറുകളെല്ലാം പോയി. അതുകൊണ്ട് ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എന്നാലും ബാബുച്ചാനെ ഒരു തവണ വിളിച്ചെന്നാ എന്റെ ഓർമ്മ. പുള്ളി ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം, പുള്ളി ഭയങ്കര ബിസിയാ. ഇത് ചന്ദനക്കാവ് അമ്മച്ചി ഇപ്പോൾ ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല ആരോഗ്യത്താൽ ബലപ്പെട്ട സുന്ദരിയായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ വല്യലീന കുടുംബമാണ് നമുക്ക് പാട്ട് പാടി നമുക്ക് പ്രചോദനം നൽകിയത്.
തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും അവരൊന്ന് കേൾക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സൈച്ചാന് ജോയിൻ ചെയ്യാനാണ് പറഞ്ഞത്, പക്ഷെ എന്തോ ഒരു അസൗകര്യത്തിൽ സൈച്ചാന് ചന്ദനക്കാവിലാണ് സൈച്ചാനോ മ്യൂസിക് പഠിപ്പിക്കുന്ന പറഞ്ഞിട്ട് എന്തായി? ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന ഞാൻ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും ജോയിൻ ചെയ്തോ, കുഴപ്പമില്ല, പറഞ്ഞാ മതി. ഞാൻ മേബലും ജെറോമും ഉണ്ട് ഇപ്പൊ എന്റെ കൂടെ. നമ്മുടെ ഫാമിലി. ലിങ്ക് ഒക്കെ അയച്ചതാ. ഓക്കെ, ഡൺ ഡൺ ഡൺ, ഞാൻ അയച്ചു തരാം. ലിങ്കും ഫീസും ഒക്കെ ഇവിടെ തരണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ഞങ്ങൾ ഫീസ് ഒന്നും വേണ്ട, നമ്മുടെ ഫാമിലി ഫുൾ ഫ്രീ. ഓക്കെ. നമ്മുടെ ഷേബ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. ജെറോം ആൻഡ് മേഘ അവർ ഷേബയുടെ സ്റ്റുഡൻസ് ആണ്. ഇനി ആർക്കെങ്കിലും ചേരാനുണ്ടെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ചേരാം. പ്ലീസ് കോൺടാക്ട് ഷേബ. ഷീ ഈസ് എ വെരി ടാലന്റഡ് സിംഗർ. ഓക്കെ, ഇന്ന് നമ്മുടെ ഈ മീറ്റിംഗ് നമ്മൾ 6 മണിക്ക് തുടങ്ങി. ഈ ഒരു സമയം വരെയും അനുഗ്രഹപ്രദമായി നമ്മളെല്ലാവരും ജോയിൻ ചെയ്തു. ഞാൻ എല്ലാവരെയും സ്പോട്ട്ലൈറ്റ് ചെയ്തു എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഗ്രേസി മാമ എങ്ങനെയോ അത് കിറ്റായി പോയി. ഗ്രേസി മാമ അനുവും അതുപോലെ തന്നെ കിറ്റായി പോയി. മനുവിനെ മനുവിനെ കാണിച്ചിരുന്നുവല്ലോ. അവരെ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കട്ടെ, നമ്മൾ ക്ലോസിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഇപ്പോൾ നമ്മുടെ കൈപ്പള്ളി കുടുംബയോഗവുമായി സംസാരിച്ചിട്ട് നമ്മുടെ കൈപ്പള്ളി കുടുംബയോഗം നമ്മൾ സാധാരണ നടത്തുന്ന പോലെ സൂം മീറ്റിംഗിൽ ഒരു 150 ഫാമിലിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതിനോടുള്ള ഒരു ചെറിയൊരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. അതിനകത്തൊരു പ്രധാന ഒരു ചലഞ്ച് എന്നുള്ളത് ഈ കവിയൂരുള്ള അപ്പച്ചന്മാരെ നമ്മൾ ആദ്യം സൂം മീറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിക്കണം. അപ്പൊ അതിനുള്ള ഒരു ദൗത്യമായിട്ട് ഒരാളെ അവിടെ വിടണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരു 2 മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ കൈപ്പള്ളി കുടുംബം, കൈപ്പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന കൈപ്പള്ളി, കാതേട്ട് അങ്ങനെ തുടങ്ങുന്ന 7 കുടുംബാംഗങ്ങളെയും ചേർത്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു മീറ്റിംഗ് സൂമിൽ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. 150 ഫാമിലീസ് ആണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. കൈപ്പള്ളി ഫാമിലിയിലെ ജെറിയും കുടുംബവും ഇവിടെ ഇപ്പൊ എന്റെ അടുത്ത് ഉണ്ട്, ദുബായിൽ തന്നെ ഉണ്ട്. അദ്ദേഹത്തോട് ഞാനത് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. നമ്മുടെ ആ ചരിത്രം അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അതിനകത്ത് ചെറുതായിട്ടൊന്ന് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ചരിത്രങ്ങളൊക്കെ ഒന്ന് പഠിച്ച് അത് എഴുതി ഒരു ബുക്കാക്കി മാറ്റുന്നതിന് വേണ്ടി. പ്രത്യേകിച്ച് നമ്മുടെ ഉപ്പാപ്പന്മാരുടെ സഹായമൊക്കെ സമയങ്ങളിൽ വേണ്ടി വരും. എന്തായാലും നമ്മുടെ ഫാമിലി വളരെ ഭംഗിയായിട്ട് പോകുന്നു. ഇപ്പോൾ നമ്മൾ കാതേട്ട് ഫാമിലിയും അസോസിയേറ്റ് ഫാമിലിയുമാണ് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളത്. ഇപ്പോൾ വന്നിട്ടുള്ളവരെയും നമ്മൾ ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തും. അവർക്കും ലിങ്ക് ഇനി നമ്മുടെ അടുത്ത മീറ്റിംഗിന്റെ ലിങ്ക് നമ്മൾ അയച്ചു കൊടുക്കും. തീർച്ചയായിട്ടും ഈ സൂം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ടൈം ആണ്. ആ രീതിയിലുള്ള ഒരു സബ്സ്ക്രിപ്ഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഓൺലി ഫോർ കാതേട്ട് ഫാമിലി മീറ്റിംഗ്. ആ ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി യഥേഷ്ടം സംസാരിക്കുവാനും നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും പ്രാർത്ഥിക്കുവാനും ആത്മീയമായി ഉയരുവാനും വളരുവാനും നിൽക്കുന്ന ഏത് മേഖലകളിലും ദൈവത്തെ സാക്ഷീകരിച്ച് ജീവിക്കുന്നവരൊക്കെ ആയിത്തീരും. നമ്മളിത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഒരു 5 മിനിറ്റിനകത്ത് ഇത് ഓട്ടോമാറ്റിക് ക്ലോസ് ആകും. അതിനു മുമ്പായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. കൈപ്പള്ളിയിലെ ആളുണ്ടെന്ന് പറഞ്ഞില്ലേ? പുള്ളിയോടൊന്ന് പറയണം. ഞാനിത് ആലമലയിലെ ബേജാനോടും പറഞ്ഞതാ ഒരിക്കല്. അതായത് നമ്മുടെ ക്രിസ്റ്റിയുടെ ഡാഡി കുഞ്ഞച്ചനച്ചാന് നമ്മുടെ ചരിത്രം മുഴുവൻ എഴുതി അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി കൈപ്പള്ളിക്കാരുടെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞു. കൈപ്പള്ളിയിൽ അന്ന് ആ കാലത്ത് ഏതോ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല. ഞാൻ കോട്ടയത്ത് വെച്ച് അച്ഛന് നല്ല സുഖമില്ലെന്ന് കേട്ടപ്പോ ഒന്ന് കാണാൻ ചെന്ന നാട്ടിൽ ചെന്നപ്പോ അന്നേരമാണ് അച്ഛൻ എന്നോട് ഈ കാര്യം പറഞ്ഞത്. ഓക്കെ ഉപ്പാപ്പ, ഞാൻ കവിയൂര് പോയ സമയത്ത് നമ്മുടെ കൈപ്പള്ളി കുടുംബത്തിലെ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും വീട്ടിൽ പോയിരുന്നു. അപ്പം സെക്രട്ടറി എന്നെ കാണിച്ചു. ഏതാണ്ട് ഇത്രയും ടൈപ്പ് പേപ്പേഴ്സ് ഉണ്ട്. ആ പേപ്പേഴ്സിലെ ഓരോ കുടുംബാംഗങ്ങളുടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഒരു വെരിഫൈ ചെയ്ത് കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് വേണം അതൊരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യാൻ. അത് വേറെ, അത് പിന്നീട് രണ്ടാമത് എല്ലാവരിൽ നിന്നും ശേഖരിച്ച കാര്യങ്ങളാ. അത് അവസാനം നമുക്ക് തോമസ് കൊണ്ട് മുട്ടിക്കണം കേട്ടോ.
ക്രിസ്തുചാന്റെ ഫാദർ കൊടുങ്ങല്ലൂർ എഴുതിയതാണ്. അതെ, അതിന്റെ കാര്യമാണ് പറഞ്ഞത്. അതെ. ഓക്കെ 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 അത് ഞാൻ നോട്ട് എവിടെയോ ചെയ്തിട്ടുണ്ട്. അത് മിസ്പ്ലേസ് ആയി പോയി കാണും. അതുകൊണ്ട് അതിന് ആരും അത്ര സീരിയസ് ആയിട്ട് എടുത്തു കാണത്തില്ലായിരിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ ഈ ചെറിയച്ഛനുമായിട്ട് സംസാരിച്ചതിന് ശേഷം, പ്രത്യേകിച്ച് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന പൂനെയിൽ ഉപ്പാപ്പനും അതുപോലെ തന്നെ എറണാകുളത്തെ ഉപ്പാപ്പനും രണ്ടുപേരുമായിട്ട് സംസാരിച്ചതിന് ശേഷമേ നമ്മുടെ കാതേട്ട് ഫാമിലിയുടെ നമ്മൾ ഫൈനലൈസ് ചെയ്യത്തുള്ളൂ എന്താണെന്നുള്ളത്. നമ്മൾ അത് എഴുതി ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിയതിന് ശേഷം അത് ഉപ്പാപ്പന്മാർക്ക് രണ്ടുപേർക്കും അത് അയച്ചു കൊടുത്ത് അവർ വെരിഫൈ ചെയ്ത് തെറ്റിതിരുത്തി അങ്ങനെ ക്ലിയർ ആക്കി മാത്രമേ അത് നമ്മൾ മുമ്പോട്ട് പോവുകയുള്ളൂ. അതിനുള്ള ഏതായാലും അതിന്റെ ഒരു വിത്ത് നമ്മൾ പാകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതനുസരിച്ച് നമ്മളെല്ലാവരും നമ്മുടെ എല്ലാവരുടെയും ഓരോ ഫാമിലി ഫോട്ടോ നമ്മളൊന്ന് കരുതി വെക്കുക. ആ ബുക്കിനകത്ത് ഓരോ ഫാമിലി ഫോട്ടോയും നമ്മൾ ചേർത്ത് വെക്കാനുള്ളൊരു ശ്രമമുണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ നരയ്ക്കുന്നതിനൊക്കെ മുമ്പായിട്ട് ഇപ്പോഴേ ഒരെണ്ണം എടുത്തു വെക്കുക. അതനുസരിച്ച് നമുക്ക് അതിനകത്ത് പബ്ലിഷ് ചെയ്യാമല്ലോ. ഏതായാലും ഞങ്ങളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് വിൻസി ആൻഡ് സിബി, യു ജോയിൻ ഫ്രം US. I know that actually your time is different, but you make it possible. Very good. And Mon Joshua, you are very nice to play the instrument. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. നമുക്ക് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ഇനി വീണ്ടും കേൾക്കാം. കുഞ്ഞുങ്ങൾ അതെ 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 അവനും പ്രായമായിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇനി ഞാൻ സെക്കൻഡ് സ്റ്റെപ്പ് നിങ്ങളുടെ എല്ലാവരുടെയും ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ഇതെല്ലാം തീർച്ചയായിട്ടും കളക്ട് ചെയ്തിട്ട് ഓരോ മാസത്തെയും അനൗൺസ് ചെയ്യും, വിഷ് ചെയ്യും. അങ്ങനെയൊക്കെ കുറച്ച് എലാബറേറ്റ് ആയിട്ട് മുമ്പോട്ട് പോകത്തക്ക രീതിയിൽ നമ്മൾ വീണ്ടും മുൻപോട്ട് പോകും. ഇനി നമ്മൾ കൂടി വരുന്നവരെയും ദൈവം തന്റെ ചിറയിൽ നമ്മെ കാക്കട്ടെ, പരിപാലിക്കട്ടെ, നടത്തട്ടെ. പാപത്തിൽ വീഴാതെ നമ്മൾ സൂക്ഷിക്കുക, നിൽക്കുന്നിടത്ത് ദൈവത്തെ ഉയർത്തുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് ഹല്ലേലൂയ പറയാം. നമ്മെ ജയോത്സവമായി നടത്തുന്ന നമ്മുടെ യേശു ക്രിസ്തുവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you very much. Thank you.